ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കാര്യത്തിൽ അവൻ്റെ ദീനിനെ മാത്രമേ ഇടപെടുന്ന വിഷയത്തിൽ പരിഗണിക്കുകയുള്ളൂ. മനുഷ്യൻ ഏത് രീതിയിൽ പ്രതികരിച്ചാലും ശരി, ഏത് രീതിയിൽ ഒരുമിച്ച് കൂടിയാലും ശരി, ഏത് രീതിയിൽ അസ്ബാബുകളെ സംഘടിപ്പിച്ചാലും ശരി, ആ അസ്ബാബുകൾ ഉപയോഗിക്കുന്നതിന് മനുഷ്യൻ എന്തെല്ലാം വഴികൾ സ്വീകരിച്ചാലും ശരി, അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെടുന്നത് അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് മാത്രമായിരിക്കും. അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. മനുഷ്യരുടെ വികാരത്തെ പരിഗണിച്ച് അല്ലാഹു തആല ഇടപെടുക എന്ന രീതി ഉണ്ടാകുകയില്ല. നാം മുമ്പേ പറയുന്നൊരു വിഷയമാണ്, അഹ്വാലുകളെ മാറ്റിയെടുക്കാൻ അസ്ബാബുകളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിൻ്റെ സുന്നത്ത് അങ്ങനെയല്ല. അഹ്വാലുകൾ എന്നുവെച്ചാൽ അവസ്ഥകൾ, ലോകത്തുണ്ടാകുന്ന അവസ്ഥകൾ, അത് അടുക്കള തൊട്ട് അങ്ങാടി വരെ ആവാം, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ ആവാം, വ്യക്തികൾ തൊട്ട് സമൂഹങ്ങൾ വരെ ആവാം. എന്ത് പ്രശ്നങ്ങളായാലും, എന്തവസ്ഥകളായാലും, ചിലപ്പോൾ രാഷ്ട്രീയാവസ്ഥ, ചിലപ്പോൾ സാമ്പത്തികാവസ്ഥ, ചിലപ്പോൾ സാമൂഹികാവസ്ഥ, ചിലപ്പോൾ സാമുദായിക അവസ്ഥ, അതെന്ത് തന്നെ ആയിരുന്നാലും അസ്ബാബുകളെ കൊണ്ട് പരിവർത്തിപ്പിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ സുന്നത്തിനെതിരാണ്, അള്ളാഹുവിൻ്റെ തദ്ബീറിൻ്റെ രീതിക്കെതിരാണ്. സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ. അഹ്വാലുകളെ അഥവാ അവസ്ഥകളെ മാറ്റിയെടുക്കാൻ അഅ്മാലുകളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അഅ്മാലുകൾ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അഅ്മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുമായി ബന്ധപ്പെട്ട് നാം അള്ളാഹുമായിട്ടൊരു കരാറിലാണ്. അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട് അതും നാം അള്ളാഹുമായിട്ടൊരു കരാറിലാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ രണ്ട് കരാർ പ്രാവർത്തികമാക്കുന്നതിൻ്റെ പേരാണ് അഅ്മാൽ. ഈ രണ്ട് കരാർ, അള്ളാഹുമായിട്ട് നാം നടത്തിയ ഈ രണ്ട് ഷഹാദ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് അഅ്മാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടത് തൗഹീദാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടത് റിസാലത്താണ്. തൗഹീദ് പ്രവർത്തിച്ച് തെളിയിക്കേണ്ടതാണ്, അത് മനസ്സിൽ വെച്ചിട്ട് തെളിയിക്കേണ്ടതല്ല. റിസാലത്തും പ്രവർത്തിച്ചിട്ട് തെളിയിക്കേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് അഅ്മാൽ ശരിയാകുന്നത്. ആ അഅ്മാലാവട്ടെ ശരീഅത്തനുസരിച്ചായിരിക്കുകയും ചെയ്യണം. ഹവയനുസരിച്ചാകാൻ പറ്റുകയില്ല. ഹവ എന്ന് പറഞ്ഞാൽ താല്പര്യം, സ്വന്തം താല്പര്യം, ബിദ്അത്ത്. ശഹ്വത്തനുസരിച്ചിട്ടും ആകാൻ പാടില്ല, വികാരം. ബിദ്അത്താകാൻ പാടില്ല അഅ്മാൽ, ശഹ്വത്താകാനും പാടില്ല അഅ്മാൽ. ഹവ ബിദ്അത്താണ്. ശഹ്വത്ത് ഓരോരുത്തരും അവരവരുടെ താല്പര്യം സംരക്ഷിക്കുമ്പോഴാണ് അത് ശഹ്വത്താകുന്നത്. ദീനിലില്ലാത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയുമായി ബന്ധമില്ലാത്തത്, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദയുമായി ബന്ധമില്ലാത്തത്, അപ്പോഴാണത് ഹവയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ബൃഹത്തായൊരു പരിപാടി സമൂഹത്തെ അറിയിച്ചിട്ട് അതിലൊന്നും കാര്യമില്ലെന്നും മനുഷ്യൻ അവൻ്റെ ഹവയും ശഹ്വത്തും അനുസരിച്ച് നടപ്പിലാക്കുന്ന രീതികൾക്കാണ് പ്രസക്തിയെന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പൂർവികമായ മതക്കാരൊക്കെ ചെയ്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് ചെയ്തത് അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് ചെയ്തത് അതാണ്. സ്വാലിഹ് നബിൻ്റെയും ഹൂദ് നബിൻ്റെയും ഖൗമ് ചെയ്തത്, ആദും സമൂദും ചെയ്തത്, മൂസ നബിൻ്റെ ഖൗമ് ചെയ്തത്, ഫിർഔൻ.
ഈസ നബിന്റെ ഖൗമ് ചെയ്തത്, ബനു ഇസ്രായേൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗമ് ചെയ്തത്, ഈ പറയപ്പെട്ടവരെല്ലാവരും അതാത് കാലഘട്ടത്തിൽ റിസാലത്ത് നിലവിലില്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തക്ക് പ്രസക്തിയുണ്ടെന്ന് പറയാം. നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ചിന്ത പ്രയോഗിക്കേണ്ട രീതിയെ സംബന്ധിച്ച്. രണ്ട് കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതവുമായി അല്ലാഹു തആല ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ വൈകാരിക തലം, അത് തബഈയ, ആദർശവുമായിട്ട് അതിന് ബന്ധമില്ല. തബഈ എന്ന് പറഞ്ഞാൽ പ്രകൃതം, മനുഷ്യപ്രകൃതം. ഈ മനുഷ്യരുടെ പ്രകൃതവുമായിട്ടാണ് അല്ലാഹു തആല ചില കാര്യങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ആദർശപരം, അത് പ്രകൃതത്തിൽ ഉണ്ടാകിയെടുക്കുകയില്ല, പ്രകൃതത്തെ മാറ്റി തെരഞ്ഞെടുക്കുമ്പോഴാണ് ആദർശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായ വൈകാരിക തലം മനുഷ്യർക്കാർക്കും പഠിപ്പിക്കേണ്ടതില്ല, അത് സ്വമേധയാ ഉണ്ടാകുന്നതാണ്. അത് മൃഗങ്ങൾക്കും ജീവികൾക്കും എല്ലാം ഉണ്ടാവും. ഒരാൾ പാമ്പിനെ ചവിട്ടിപ്പോയാൽ പാമ്പ് ഇങ്ങോട്ട് കടിക്കുന്നത് പക തീർക്കാനല്ല, പ്രതികരിക്കാനാണ്. അത് എല്ലാ ജീവജാലങ്ങൾക്കും ആ പ്രതികരണ രീതി ഉണ്ടാവും, അത് തബഈയ. എന്ന ജീവജാലങ്ങളുടെ അസ്തിത്വവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരം പ്രകൃതങ്ങളെ അല്ലാഹു തആല കൺട്രോൾ ചെയ്യുന്നില്ല, ആദർശം വെച്ച് കൺട്രോൾ ചെയ്യുന്നില്ല. സിംഹത്തിന് അതിൻ്റെ സൗകര്യം പോലെ പ്രവർത്തിക്കാം, ചോദ്യം ചെയ്യപ്പെടുകയില്ല. ആനക്കും കുതിരക്കും അതിൻ്റെ സൗകര്യം പോലെ പ്രവർത്തിക്കാം, കാരണം പ്രതികരണം എന്നത് ആ ജീവികളുടെ പ്രകൃതവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചതാണ്, അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഒരു മനുഷ്യനൊരു പാമ്പിനെ ചവിട്ടിപ്പോയാൽ ആ പാമ്പ് തിരിച്ചിങ്ങോട്ട് കടിക്കും, അത് ആ പാമ്പിന്റെ പ്രകൃതവുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചതാണ്. പക്ഷികളുടെ കൂടോ മുട്ടയോ നമ്മൾ തൊടാൻ പോയാൽ പക്ഷികൾ പ്രതികരിക്കും, അത് അതിൻ്റെ പ്രകൃതവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചതാണ്. ആ പ്രതികരണത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. കാട്ടിലൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ സിംഹം അയാളെ കടിച്ച് കീറി, ആ സിംഹം ചോദ്യം ചെയ്യപ്പെടുകയില്ല. അതായത് ആ സിംഹത്തിൻ്റെ പ്രകൃതിപരമായ വൈകാരികതയാണത്. ഓരോ ജീവിയെ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ എന്ന സൃഷ്ടി, അവൻ്റെ പ്രതികരണം വൈകാരികമാകാൻ പറ്റുകയില്ല, പ്രതികരണം ആദർശപരമായി തീർക്കണം. ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത് അതവൻ്റെ വൈകാരിക തലം ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ അള്ളാഹു ആ പ്രശ്നത്തിൽ ഇടപെട്ടെന്ന് വരും. നാം സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങളുടെ വൈകാരിക തലത്തിൽ അല്ലാഹു തആല ഇടപെടുകയില്ല. അതാണ് മനുഷ്യനും മൃഗവും തമ്മിൽ അല്ലാഹു തആല വേർതിരിപ്പിക്കുന്ന മാനദണ്ഡം. മനുഷ്യനത് ഏത് മനുഷ്യനായാലും സൽക്കർമ്മം അങ്ങനെ തന്നെയാണ്, നല്ല കാര്യങ്ങൾ പ്രതികരിക്കുന്നു അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളോട് നന്മ, ഇഹ്സാനുൽ വാലിദൈൻ. ഒരു ഹിന്ദു മതക്കാരൻ വളരെ കൃത്യമായി മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, വളരെ കൃത്യമായി അതിൻ്റെ പൂർണ്ണ പ്രതിഫലം അല്ലാഹു തആല അവനിക്ക് കൊടുത്തിരിക്കും. ഒരു ഹിന്ദുവാണ്, വേറെ മതക്കാരനാണ് എന്നൊന്നും അല്ലാഹു തആല നോക്കുകയില്ല. അതേ സന്ദർഭത്തിൽ ആ ഹിന്ദു മതക്കാരൻ, ഞാനൊരു മതം എന്ന നിലയ്ക്ക് ഉദാഹരണം പറയുന്നതാണ്, മാതാപിതാക്കളെ ദ്രോഹിച്ചു, അതിൻ്റെ കൃത്യമായ ശിക്ഷ ദുനിയാവിൽ അവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കും. ഹുഖൂഖുൽ വാലിദൈൻ, ഒന്ന് ഹഖുൽ വാലിദൈനാണ്, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ. രണ്ടാമത്തത് ഹുഖൂഖുൽ വാലിദൈൻ ബിൽ ഐൻ, മാതാപിതാക്കളോട് കാണിക്കുന്ന ക്രൂരതകൾ. ഇത് അല്ലാഹു തആല മതവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല, മനുഷ്യന്റെ വൈകാരികവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ വൈകാരികത പൂർണ്ണമായും അവൻ നിർവഹിച്ചേ പറ്റൂ. ആ നിർവഹിക്കുന്നത് ആദർശത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. മനുഷ്യൻ അവൻ്റെ വൈകാരിക തലങ്ങളെ പ്രായോഗികമാക്കുന്ന രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം വേറെ, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വേറെ. ഇതിനെ അല്ലാഹു തആല വേർതിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ഒരായത്തിൽ അല്ലാഹു തആല ഇത് വിശദീകരിക്കുന്ന നമുക്ക് കാണാം.
മുസ്ലിമീങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിക്കുന്നത് എന്നേ അള്ളാഹ്ക്ക് അറിയേണ്ടതുള്ളൂ. മനുഷ്യർ സ്വീകരിക്കുന്ന രീതി അത് മുസ്ലിമീങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുമോ? മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെടുന്ന രീതി അനുസരിച്ചായിരിക്കുമോ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തആല ഇടപെടുക? വ്യത്യാസമുണ്ട്. മനുഷ്യരുടെ കാര്യത്തിൽ ചിലപ്പോൾ അവൻ്റെ വൈകാരികത പരിഗണിച്ചുകൊണ്ട് ഇടപെട്ടെന്ന് വന്നേക്കാം. അബ്രഹത്തിൻ്റെ കാര്യത്തിൽ, ആനപ്പട്ടാളത്തിൻ്റെ കാര്യത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ വൈകാരികതയെ അള്ളാഹു തആല പരിഗണിച്ചതുപോലെ. അബ്ദുൽ മുത്തലിബ് ഒരു വിശ്വാസിയല്ല. അബ്ദുൽ മുത്തലിബ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളല്ല. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ നിലവിലുള്ള കാലമല്ല. ഇബ്രാഹിം റിസാലത്താവട്ടെ ദുർബലപ്പെട്ട് കാലഹരണപ്പെട്ട് കിടക്കുന്ന കാലവുമാണ്, ഫിത്രത്തിന്റെ കാലം. എന്നിട്ടും അല്ലാഹു തആല അബ്ദുൽ മുത്തലിബിന്റെ വൈകാരികത തലത്തിൽ ഇടപെട്ടു, സുന്ദരമായി ഇടപെട്ടു. അതൊരു മനുഷ്യന്റെ അവശതയിൽ നിന്ന് വരുന്ന വൈകാരികത അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന രീതിയാണ്. അതിനും ബന്ധം അള്ളാഹുവായിട്ടാണ്. യാദൃച്ഛികമായിട്ടൊന്നും സംഭവിച്ചതല്ല. അങ്ങനെ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവൻ കുഫറിലെത്തും. അത് ഖുർആന്റെ നിഷേധമാണ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനോട് പരാതി പറയുകയാണ്, ഏ അല്ലാഹ്, ഇത് നിന്റെ വീടാണ്, പരിശുദ്ധമായ നിന്റെ വീട്. ഇത് തകർത്ത് തരിപ്പണമാക്കി കളയാൻ റോമിൻ്റെ ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ യമനിലെ ഭരണാധികാരി ആനപ്പട്ടാളവുമായിട്ട് വരുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാഹുവേ, നീ ഇടപെട്ടേ പറ്റൂ. ഈ വീട് പൊളിഞ്ഞുപോയി എന്നതുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിന്റെ മുൽക്കിൽ നിന്ന് ഒരംശം പോലും ചുരുങ്ങിപ്പോവുകയില്ല. നിന്റെ മുൽക്കിൽ ഒന്നും കൂട്ടാനും പറ്റുകയില്ല. ഈ വിഷയത്തിൽ എൻ്റെ വൈകാരികത, എൻ്റെ വികാരം, അതായത് ഞാനാണിപ്പോൾ കഅബാലയത്തെ ഭരിക്കുന്നത്. മസ്ജിദുൽ ഹറാമിൻ്റെ ഇമാറത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഇത് നീ ഇടപെട്ടേ പറ്റൂ അല്ലാഹുവേ. അബ്ദുൽ മുത്തലിബിൻ്റെ വൈകാരിക തലമാണത്, ആദർശ തലമല്ല. അബ്ദുൽ മുത്തലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തനുസരിച്ചോ അല്ലെങ്കിൽ ഇബ്രാഹിം റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്തനുസരിച്ചോ അല്ല. മുഹമ്മദ് നബി വരാനിരിക്കുന്നേ ഉള്ളൂ, ജനിച്ചിട്ട് പോലുമില്ല. അബ്ദുൽ മുത്തലിബിന്റെ പ്രശ്നത്തെ അബ്ദുൽ മുത്തലിബ് സമർപ്പിച്ചത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ഇത് ശരിക്കും അടിവരയേണ്ട വിഷയമാണ്. അബ്ദുൽ മുത്തലിബ് ഒരു ദീനിന്റെ പേരിലോ ഇസ്ലാമിന്റെ പേരിലോ ഈമാന്റെ പേരിലോ അഅ്മാലിന്റെ പേരിലോ അല്ല അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ വൈകാരിക തലം വെച്ചുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് ഇടപെടിപ്പിക്കുന്നത് അള്ളാഹുവിനെ. പ്രശ്നത്തിൽ അള്ളാഹു ഇടപെട്ടു. അബ്രഹത്തിന്റെ ആനപ്പട്ടാളം മുസ്ദലിഫയിൽ നിന്ന് വാദി മുഹസ്സറിലെത്തി മിനായിലേക്ക് കടക്കുന്ന കവാടം. അപ്പോഴേക്കും അള്ളാഹു അവന്റെ പട്ടാളത്തെ ഏർപ്പാടാക്കി. ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബിൽ. അവർക്കെതിരിൽ, ആനപ്പട്ടാളത്തിനെതിരിൽ അള്ളാഹു അബാബിൽ പക്ഷിക്കൂട്ടത്തെ നിയോഗിച്ചു. ഇവിടെ നമുക്ക് വലിയ സങ്കടകരമായ കാര്യം, അള്ളാഹുവിന്റെ ഇടപെടലുകളെ മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറഞ്ഞ് നാം രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും മനുഷ്യരുടെ ഇടപെടലുകളെ സാമർഥ്യവുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന രീതി അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന രീതിയാണ്. ആ കോപം അള്ളാഹു തആല തീർത്തിരിക്കും. ഇവിടെ അബ്ദുൽ മുത്തലിബിന് ഒരു കറാമത്ത് ഉണ്ടാകേണ്ട ആവശ്യമില്ല, മുഅ്ജിസത്ത് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അബ്ദുൽ മുത്തലിബ് ഒരു സാദാ സീതാ മനുഷ്യൻ. പ്രത്യേകമായി ഈമാൻ കൊണ്ടും അഅ്മാല് കൊണ്ടും കറാമത്തിൽ കാണിക്കുന്ന ഒരു വലിയോ ഒരു ശൈഖൊന്നും അല്ല അബ്ദുൽ മുത്തലിബ്. മുഅ്ജിസത്ത് കാണിക്കാൻ നബിയോ അല്ല. അബ്ദുൽ മുത്തലിബ് ആവട്ടെ ഖുറൈശി പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും പ്രശ്നത്തിൽ അള്ളാഹു ഇടപെട്ടു. ഈ വിഷയം പ്രശ്നങ്ങൾ ആദർശവുമായി ബന്ധപ്പെട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട് മക്കയിൽ പ്രശ്നം രൂക്ഷമായപ്പോൾ, എതിരാളികൾ നബിതങ്ങളെ വല്ലാതെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് പ്രതികരിക്കുക, എന്താണ് ഇതിന് പരിഹാരം എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു തആല.
നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഏതൊരു അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലുമാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ഏതൊരു അള്ളാഹു ആണോ നിങ്ങൾ റസൂലായി നിയോഗിച്ചിരിക്കുന്നത്? ആ അള്ളാഹു ഇതിനു മുമ്പും പ്രശ്നങ്ങളിൽ ഇടപെട്ട കഥ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടല്ലേ ഈ അലം തറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അലം തറ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ മുഹമ്മദ് നബിയെ? കൈഫ ഫഅല റബ്ബുക്, നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ബി അസ്ഹാബിൽ ഫീൽ, ആ ആനകളുമായി വന്ന പട്ടാളത്തെ ഇത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഉലമാക്കൾക്ക് പോലും അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചൊരു മതിപ്പ് എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ദീൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉലമാക്കളെ കയ്യിൽ നിന്ന് പോലും നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ്. അത് അനുവദിച്ചുകൂടാ, അത് നടക്കുകയില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം, ലാ തസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബി അംരില്ലാ, എൻ്റെ ഉമ്മത്തിൽ ഒരു സംഘം എപ്പോഴും ഉണ്ടായിരിക്കും. ഖായിമത്തുൻ ബി അംരില്ലാ, അള്ളാന്റെ കൽപ്പന അനുസരിച്ച് നിലനിൽക്കുന്ന, അവർ വേറെ ഒന്നും ആലോചിക്കുകയില്ല. ലാ യദുർറുഹും, അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തിക്കുകയില്ല. മൻ ഖദലഹും, അവരെ അവഗണിക്കുകയോ വലാമൻ ഖാലഫഹും, അവരോട് എതിര് കാണിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവവും അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തിക്കുകയില്ല. വഹും അലാ ദാലിക്, ഖിയാമത്ത് നാൾ വരെ അവർ അവരെ വഴിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് അല്ലാഹു തആല മുഹമ്മദി ഉമ്മത്തിൽ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയൊരു വിഷയമാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ച ഇല്ലാതാകുകയും അള്ളാഹുവിനെ പറ്റി അവൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചൊരു പ്രതീക്ഷയോ ഭയമോ ആഗ്രഹമോ ഖൗഫോ റജാവോ ഇതൊന്നും ഇല്ലാതാകുകയും വസ്തുക്കളെ സംബന്ധിച്ച് അന്ധമായൊരു വിശ്വാസം മനുഷ്യ സമൂഹത്തിൽ വരികയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതികരണം വളരെ ശക്തമായിരിക്കും. നാം ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല. നമുക്ക് പല കള്ളത്തരങ്ങളും പറഞ്ഞ് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയറാക്കാൻ, സമൂഹത്തിൻ്റെ മുമ്പിൽ ക്ലിയറാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷെ അള്ളാഹുവിൻ്റെ നടപടി കടുകടുത്തതായിരിക്കും. സുന്ദരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശ്നം പരിഹരിച്ചു കൊടുത്തു അബ്ദുൽ മുത്തലിബിനെ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അബ്ദുൽ മുത്തലിബ് ആദർശപരമായ ഒരു ഇടപെടലല്ല നടത്തിയത്. അബ്ദുൽ മുത്തലിബിന്റെ വൈകാരികമായ ഇടപെടലാണ് നടത്തിയത്. ആ വൈകാരികമായ ഇടപെടൽ അല്ലാഹു തആല അംഗീകരിച്ചു. ഇത് അല്ലാഹു തആല ചെയ്യും. പക്ഷെ വിഷയം അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു ഹിന്ദു മതസ്ഥൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു ജൂതൻ, അല്ലെങ്കിൽ ഒരു മജൂസി, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി, അവന്റെ പ്രശ്നങ്ങളെ അവൻ അള്ളാഹുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നതെങ്കിൽ, ഹിന്ദു ആണെങ്കിൽ ദൈവമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ, ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവമേ ഇതിനൊരു പരിഹാരം വേണം, ജൂതനാണെങ്കിൽ അള്ളാഹുവേ ഇതിനൊരു പരിഹാരം വേണം, അല്ലെങ്കിൽ മജൂസിയാണെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരാണെങ്കിൽ അള്ളാഹുമായിട്ടാണ് അവൻ്റെ വിഷയങ്ങളെ അവൻ ബന്ധിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു തആല വിഷയത്തിൽ ഇടപെട്ടിരിക്കും. പണ്ട് റോമിൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടതുപോലെ, റോമിൻ്റെ രാഷ്ട്രീയ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടതുപോലെ, ഒലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. തീർച്ചയായിട്ടും അവിടെ മക്കത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ റോമിൻ്റെയും പേർഷ്യൻ്റെയും രാഷ്ട്രീയ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാകണമേ എന്ന് മാനസിക ചിന്താഗതി അള്ളാഹു ഇടപെട്ടു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം, കൊല്ലങ്ങൾക്ക് ശേഷം റോമിനെ അള്ളാഹു വിജയിപ്പിക്കുകയും പേർഷ്യയെ അള്ളാഹു തലത്തറ പറ്റിക്കുകയും ചെയ്തു. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഫിർഔനിന്റെ മേൽ ദാരിദ്ര്യം വന്നു, വെള്ളമൊക്കെ വറ്റി, ഈജിപ്തിന് ദാരിദ്ര്യവും കൊടിയ ക്ഷാമവും വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവന്റെ ക്രൂരത സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. അവിടെ മൂസ നബിന്റെ ദുആ ആദർശപരമാണ്. ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ദാഇയാണോ മൂസ നബി, ഏതൊരു മൂസ റസൂലുള്ളാഹിന്റെ ദാഇയാണോ മൂസ നബി, ആ ദഅവത്ത് വെച്ചുകൊണ്ടാണ് മൂസ നബിന്റെ ദുആ. അതേസമയത്ത് ഫിർഔൻ മൂസ നബിയോട് പറഞ്ഞു, ഓ മൂസ, റബ്ബിനോടൊന്ന് ദുആ ചെയ്യ് മൂസ. മനസ്സിലാക്കണം, റബ്ബിനോടൊന്ന് ദുആ ചെയ്യ് മൂസ.
ഈ ദാരിദ്ര്യം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ക്ഷാമം ഒന്ന് പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യും മൂസ. അവിടെ ഫിർഔൻ നിന്റെ റബ്ബിനോട് എന്നല്ല പറയും, നമ്മുടെ റബ്ബിനോട്. ചില പ്രയോഗങ്ങൾ നിന്റെ റബ്ബിനോട് എന്നും. പക്ഷെ റബ്ബിനോട് ദുആ ചെയ്യുക എന്ന ഫിർഔന്റെ മാനസികാവസ്ഥ അത് ആദർശപരമല്ല, വൈകാരികമാണ്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നപ്പോൾ ഉണ്ടായ വൈകാരികത. പക്ഷെ ഫിർഔൻ അത് മൂസ നബി പറയുന്ന അള്ളാഹുമായിട്ട് ബന്ധിപ്പിച്ചു. പ്രശ്നത്തിൽ അള്ളാഹു ഇടപെട്ടു. അള്ളാഹു തആല ദാരിദ്ര്യം നീക്കി, ക്ഷാമം നീക്കി ഫിറോവിന് വേണ്ടിയിട്ട്. ഇതെന്താ പറഞ്ഞ ഉലമാക്കൾക്ക് പോലും മനസ്സിലാകാത്തത്? എന്തൊരു ബുദ്ധിമുട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ നടക്കുന്ന സംഭവങ്ങളെ ഉലമാക്കൾക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അള്ളാഹുവിനെ അവഗണിക്കുന്നു, റസൂലിനെയും അവഗണിക്കുന്നു. ഇതൊക്കെ വെറും കഥകൾ മാത്രമായിട്ട് പറയുന്നു. അതൊക്കെ അടവക്ക് ഇപ്പോഴുള്ള പ്രശ്നം പറ. ഉലമാക്കൾ പോലും പറയുന്നു നഊദു ബില്ലാഹ്. എത്ര അപകടകരമായ വഴിയിലൂടെയാണ് ഈ ഉമ്മത്തിനെ നയിക്കേണ്ട ഉലമാക്കൾ സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നീക്കി, പ്രശ്നങ്ങൾ നീക്കി, ദാരിദ്ര്യം ബുദ്ധിമുട്ട് നീക്കി നേരത്തെ പോലത്തെ അവസ്ഥയിലേക്ക് വന്നു. ഫിറോൻ വീണ്ടും മാറി. ആ അള്ളാഹുവിനെ പറ്റി മൂസ നബി പറയുന്നിടത്ത് നിന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അള്ളാഹുമായി ബന്ധപ്പെട്ട് മൂസാ റസൂലുള്ളാഹിൽ നിന്നില്ല ഫിറഔൻ. അവന്റെ സ്വന്തം ഹവയനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി. ഇതെല്ലാം മറന്നു. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ശിക്ഷ ഫർസൽനാ അലൈഹിം തൂഫാൻ, കൊടിയ വെള്ളപ്പൊക്കം, വൽ ജറാദ്, വെട്ടുകിളികളെ അയച്ച് അല്ലാഹു തആല പരീക്ഷിച്ചു. വൽ ജറാദ് വൽ ഖുമ്മൽ, ചെള്ള്, കടുകടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഈജിപ്ത് മുഴുവനും. വദ്ദമ, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ. എവിടെ എത്തി നോക്കിയാലും ചോര. എന്താണ് ഉലമാക്കൾക്ക് ഇതൊക്കെ ഉമ്മത്തിനോട് പറയാനൊരു വിഷമം, ഒരു മടി, ഒരു അപകർഷത? വല്ലാഹി അപകടത്തിന്റെ സൂചനയാണ്. നമ്മുടെ മുമ്പിൽ വഅ്ബുദ് റബ്ബക കഅന്നക തറാഹ്, എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും മുൻപിൽ നമ്മൾ അള്ളാഹുവിനെ കാണണം. അള്ളാഹു ഇടപെടുന്നത് കാത്തിരിക്കണം. ഇപ്പം അള്ളാഹു ഇടപെടും. ആ രീതിയിൽ കണക്ഷൻ കംപ്ലീറ്റ് അള്ളാഹുവിലേക്ക് കാത്തിരിക്കാം. മത്താ നസ്റുല്ലാ സഹാബാക്കൾ ചോദിച്ചത്, എപ്പോഴാ അള്ളാഹ് ഇടപെടുക? അഷ്റഫുൽ ആയത്തിറങ്ങി, വിഷമിക്കണ്ട എന്ന് പറ. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ക്ലൈമാക്സ് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്ന രീതി ആലോചിച്ച് നോക്കണം. അവിടെയൊക്കെ അള്ളാഹ്ക്ക് അറിയേണ്ടത് ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ നിന്ന് ഒരണുകുളമെങ്കിലും പിന്നോട്ട് പോകുന്നുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹ് കൊടുത്ത ആ ഷഹാദയിൽ നിന്ന് ഒരണുവെങ്കിലും പിറകോട്ട് പോകുന്നുണ്ടോ? അതിന്റെ ക്ലൈമാക്സ് വരെ അള്ളാഹു തആല പരീക്ഷിച്ചു. പ്രശ്നത്തിൽ അള്ളാഹു തആല ഇടപെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവന്റെ സൈന്യങ്ങളിൽ നിന്ന് അവന്റെ പട്ടാള ക്യാമ്പ്, അള്ളാഹു അവന്റെ പട്ടാള ക്യാമ്പ്, ആ ക്യാമ്പിൽ ഇപ്പോഴും അള്ളാഹു സജീവമാണ്. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള അതേ പ്രതീക്ഷിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം മുഅ്മിനീങ്ങളെ വിഷയം ആദർശവുമായി ബന്ധപ്പെട്ടതാണ്. കാഫിരീങ്ങളെ വിഷയം അസ്ബാബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷയത്തിൽ കാഫിരീങ്ങളായാലും അള്ളാഹുമായിട്ടാണ് വിഷയങ്ങളെ ബന്ധപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഇടപെട്ടിരിക്കും. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഹജ്ജിന് പോകുമ്പോൾ ഒരു മാഷ് ഹജ്ജിനുണ്ടായിരുന്നു. ആ മാഷ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നമ്മളെ ഹെഡ് ടീച്ചർ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലമായി, ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. ആ ടീച്ചർ എന്നോട്, നിങ്ങൾ അവിടെ എത്തിയാൽ, മക്കത്തെത്തിയാൽ എനിക്കൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പടച്ചോനോടൊന്ന് ചോദിക്കണം എന്ന് ഹജ്ജിൻ്റെ ലീവിന് കൊടുത്തപ്പോൾ ആ ടീച്ചർ പറഞ്ഞു. കണക്കൂട്ടത്തുള്ളൊരു പാർട്ടിയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്താ വേണ്ടത്? അവരൊരു മുസ്ലിമാണ്.
കഅബയിൽ വെച്ച് അവരുടെ കാര്യം പറയാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പാണ്, 30 കൊല്ലത്തായി. ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹുവിൻ്റെ അടിമയെ ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ അന്ന് മറുപടി പറയും, തീർച്ചയായിട്ടും നിങ്ങൾ പറ അള്ളാഹുവിനോട്. അള്ളാഹുവിനോട് ചോദിക്കാനാണ് ആ സ്ത്രീ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചോദിക്കണം. അവർക്ക് വേണ്ടി മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലേ ചോദിക്കാൻ പറ്റാണ്ടുള്ളൂ. അതിൻ്റെ യോഗ്യതയില്ല, നിയോഗ്യത ഷഹാദത്താണ്. ഷഹാദത്തില്ലെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം. അദ്ദേഹം അവിടെ എത്തി ആദ്യത്തെ ഉംറ നിർവഹിച്ച് ഓർമ്മയോടുകൂടി ആ ടീച്ചർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹ്, എന്നോട് ദുആ ചെയ്യാനാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്, നീ സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്. ഹജ്ജെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഏതാണ്ട് 2 കൊല്ലം കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കൂബ് സാർ ദാവൂദ് സാർ എന്തൊരു സാറ് കണ്ട പറഞ്ഞു, ഉസ്താദ് വിഷയം അറിയോ, നല്ലൊരു ആൺകുട്ടി ആ സ്ത്രീ പ്രസവിച്ചു. അതിനെ കണ്ട നല്ല തിളങ്ങുന്ന മുഖം, ആ കഅബത്ത് നിന്ന് ചോദിച്ച് കിട്ടിയ അതെല്ലാ ലക്ഷണമുണ്ട്. ഖദീർ. അള്ളാഹ്ക്ക് അവിടെ ബ്രാഹ്മണ സ്ത്രീയാണ്, നായർ സ്ത്രീയാണ്, നമ്പൂതിരി സ്ത്രീ, അതാണ് അള്ളാഹ്ക്ക് വിഷയം. നിങ്ങൾ എന്താ അള്ളാഹുവിനെ മനസ്സിലാക്കത്തോമാ ഖദറുല്ലാഹ ഹഖ ഖദരി. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, അത് കാസിമിയാക്കളായാലും അതേപോലെ തന്നെ അസേരിയാക്കളായാലും ബാക്കവിയാക്കളായാലും ഫൈസിയാക്കളായാലും സക്കാഫിയാക്കളായാലും എന്താ അള്ളാഹുവിനെ മതിക്കേണ്ട രീതിയിൽ മതിക്കാത്തത്? നമ്മളെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹിനെയല്ലേ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? അത് ഖുറൂനി, എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കുറുക്കും, നിങ്ങളെപ്പറ്റി ഞാനും പറയും. അല്ലല്ലേ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് ആരെപ്പറ്റി പറഞ്ഞാലും അവർ നമ്മളെപ്പറ്റി പറയും. മോദിശേഖർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെപ്പറ്റി ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. മോദിശേഖർ നിങ്ങൾ ആലോചിച്ചിട്ടെന്താ, ആലോചിക്കായിട്ടെന്താ? ലാഭവുമില്ല നഷ്ടവുമില്ല. പക്ഷെ അള്ളാഹ് ആലോചിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളൊരാൾ എന്നെപ്പറ്റി ആലോചിച്ചാൽ ഞാൻ നിങ്ങളെപ്പറ്റി ആലോചിക്കും. ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾ എന്നെപ്പറ്റി പറ, നല്ല സദസ്സിൽ വെച്ച് നിങ്ങളെപ്പറ്റി ഞാനും പറയും. ഇതല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അല്ലേ? അത്ര കൃത്യമാണ് ആ കാര്യം. നിങ്ങളൊരു സദസ്സിൽ വെച്ച് എന്നെപ്പറ്റി സംസാരിച്ചാൽ എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ സദസ്സിൽ വെച്ച് നിങ്ങളെപ്പറ്റി ഞാനും സംസാരിക്കും. അപ്പം ആരെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്? ആരെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല പറയും പരിശുദ്ധ ഖുർആനിൽ, ഈ രീതിയിൽ കെട്ടുകെടുത്ത പരീക്ഷ വീണ്ടും വന്നു ഫിറൗന്. തവളകൾ, എവിടെ നോക്കിയാലും തവള. പരിഹാസം തോന്നല്ലേ? ഇതൊക്കെ വർത്തമാന കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്കാരുണ്ട്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മോഡേൺ റസൂലുള്ളാഹിക്കാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് രാഷ്ട്രീയം റസൂലുള്ളാഹ്, അങ്ങനെയുള്ള വ്യത്യസ്ത കൗമുണ്ടിന് ദുനിയാവിൽ. അവർ പരിഹസിക്കും, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറയേണ്ടതാണോ? തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരും, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ദിവസം. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി ഇങ്ങനെ പറവറ പറയുന്നൊരു ദിവസം വരും. ബിഅന്ന റബ്ബക ഔഹാ ലഹ, ഭൂമിയോട് നിനക്ക് പറയാനുള്ളത് പറ എന്ന് അല്ലാഹു തആല വഹി കൊടുക്കും, നിർദ്ദേശം കൊടുക്കും. അപ്പം ഭൂമി പറയും. ഇവിടുത്തെ തവളകളും ഈച്ചകളും പാറ്റകളും ഒക്കെ ആയിരിക്കും അള്ളാഹുവിനോട് പറയുക. മനുഷ്യന് അത്ര പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, മനുഷ്യന്റെ നാക്കിന് നാം സീല് വെക്കും, മിണ്ടാൻ പറ്റൂല. വതുകല്ലിമുനാ ഐദീഹിം, മനുഷ്യന്റെ കൈകളെ കൊണ്ടായിരിക്കും സംസാരിപ്പിക്കുക. നാവ് കൊണ്ടാ സംസാരിക്കുമ്പോൾ മാറ്റി പറയാനൊക്കെ പറ്റും, നാവ് സംസാരിക്കൂല, കയ്യാ സംസാരിക്കുക. വതശ്ഹദു അർജുലുഹും, കാലുകളായിരിക്കും സാക്ഷിക്കുക, ഇവൻ ഇത് പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഇവൻ ഇന്നത് ചെയ്തത് ശരിയാണ്, കാല് സാക്ഷി നിൽക്കും. അല്ലാഹു അക്ബർ. ബിമാ കാനു യക്സിബൂൻ, മനുഷ്യൻ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച്. നല്ല ഖുർആൻ സൂറത്ത് യാസീൻ കഥയാണോ? ഒരു കൂട്ടക്കാർക്ക് ഇത് ചാമോത്തോതാനുള്ളത്, വേറൊരു കൂട്ടക്കാർക്ക് അതിനെ പരിഷ്കരിപ്പിച്ച് ഭൗതികമായി വ്യാഖ്യാനിക്കാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെടും. ഫിറോൻ വീണ്ടും അള്ളാഹുവിന് മൂസ നബിയോട് പറഞ്ഞു, ഓ മൂസ ഒന്ന് പറ അള്ളാഹിനോട്. ഇങ്ങനത്തെ അല്ല പറഞ്ഞത്, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? യാ മൂസ ദുവല്ലന, അല്ലേ? എൻ്റെ റബ്ബിനോടൊന്ന് പറ മൂസ, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരാൻ. വല്ലാത്തൊരു അസ്വസ്ഥതയാണോ, ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഒന്ന് പരിഹരിച്ചു കൊടുക്കല്ല. അള്ളാഹു തആല പരിഹരിച്ചു. അള്ളാഹ് ദുആ സ്വീകരിച്ചു. ഫിറൗന്റെ ദുആ സ്വീകരിക്കുന്നത് മനസ്സിലാക്കണം. അള്ളാഹു തആല പ്രശ്നം പരിഹരിച്ചു. സ്വസ്ഥമായി, റാഹത്തായി. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഫിറോൻ പഴയ രീതിയിൽ തന്നെയായി. റാഹത്തല്ലായപ്പോൾ പിന്നെ എന്നെക്കൊണ്ടും എൻ്റെ അധികാരം കൊണ്ടും കാര്യങ്ങളൊക്കെ നടക്കും, അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ട് ജനങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിക്കണ്ട, ഈ രീതിയിലായി ഫിറോൻ. അവസാനം ഫൈനൽ നടപടി അള്ളാഹു തആല എടുത്തു. ഫഅഗ്റഖ്നാ ആല ഫിർഔൻ. ഫിറോനെയും കൂട്ടരെയും അള്ളാഹു തആല മുക്കിക്കൊന്നു. എന്നല്ലേ അള്ളാഹിൻ്റെ രീതി അല്ലേ? അള്ളാഹു ഒറ്റടിക്ക് മുക്കിക്കൊല്ലുകയാണോ ചെയ്തത് ഫിറോവിനെ? എന്താണ് നിങ്ങൾ ചരിത്രം പഠിക്കാത്തത്? ചരിത്രത്തിൽ എന്താ പാഠം ഉൾക്കൊള്ളാത്തത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസിയല്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തിട്ടില്ലാത്ത, മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിലെ റസൂലിന്റെ ഷഹാദത്ത് കൊടുത്തിട്ടില്ലാത്ത ഏതൊരാളും വിഷയം അള്ളാഹുമായി ബന്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു തആല ഇടപെട്ടിരിക്കും. ആ വികാരത്തെ അള്ളാഹു തആല പരിഗണിച്ചിരിക്കും. അതേസമയത്ത് അള്ളാഹിനെ മാറ്റി നിർത്തി അസ്ബാബിലേക്കാണ് കാര്യങ്ങളെ ആശ്രയിക്കുന്നതെങ്കിൽ അള്ളാഹു തആല ആ അസ്ബാബുകളെ കൊണ്ട് വിഷയം തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു തആല പക തീർക്കും, അള്ളാഹു ദേഷ്യം തീർക്കും. അള്ളാഹുമായി ബന്ധപ്പെട്ടത് അത് അബൂജഹലായാലും ഉത്ബത്തായാലും ശൈബത്തായാലും അല്ലേ? വലീദിനെ പറ്റി എന്താ അള്ളാഹു തആല പറഞ്ഞത്? ഒരിക്കൽ ഞാൻ ഇതെല്ലാം കൊടുത്തു, സമ്പത്തും കൊടുത്തു, പണവും കൊടുത്തു, മക്കളെയും കൊടുത്തു, ബനീന്റെ ഷുഹൂദ, എന്നിട്ട് സുമ്മ യത്മഉ അൻ അസീദ്, വീണ്ടും കൂട്ടിക്കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക? ഇനിയും വർദ്ധിപ്പിച്ചു തരണമെന്നാണ് വലീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നബി തങ്ങളോടാ പറയുന്നത്, കെട്ടുകെട്ടിത്ത ശത്രുവായ വലീദിനെ സംബന്ധിച്ച്. ഇതാണ് അള്ളാഹിന്റെ ഇടപെടുന്ന രീതി എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ബന്ധം അള്ളാഹുമായിട്ടായിരിക്കണം. വലീദ് ചോദിക്കുന്ന അള്ളാഹിനോടാണ്, അബൂജഹൽ ചോദിക്കുന്ന അള്ളാഹിനോടാണ്. ബദറിലേക്ക് പോകുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അബൂജഹൽ അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ യാ റബ്ബ ഹദൽ ബൈത്ത്, ഈ വീട്ടിന്റെ റബ്ബായ അള്ളാഹുവേ, രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒന്ന് ഹക്കിലാണ്, മറ്റേത് ബാത്തിലാണ്. ഹക്കേത് ബാത്തിലേതെന്ന് ഞാൻ പറയുന്നില്ല, നിനക്കറിയാമല്ലോ. ഹക്കിന്റെയും ബാത്തിന്റെയും ഇടയിൽ നീ നടപടിയെടുക്കണം. അല്ലാഹു തആല അബൂജഹലിന്റെ ദുആ സ്വീകരിച്ചു. അപ്പുറത്തെ അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്തു, അല്ലാഹ്, ഒരു പാവപ്പെട്ട സംഘത്തെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വഹും ജിയാഉൻ ഫഅശ്ബിഉഹും, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണം. വഹും ഉറാത്തുൻ ഫഅൽബിസുഹും, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, അവർക്ക് വസ്ത്രം നീ കൊടുക്കണം. വഹും ഹുഫാത്തുൻ ഫൻഅൽഹും, കാലിൽ ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാത്തവർ, നീ അവർക്ക് ചെരുപ്പിട്ട് കൊടുക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന രീതിയാണ് കൂട്ടരെ അത്. എവിടുന്ന് 1000-ഓളം വരുന്ന പട്ടാളം നബിതങ്ങളെയും സഹാബത്തിനെയും കൊല്ലാൻ വരിക ബദറിലേക്ക്. സംഗതി നിസ്സാരമല്ല. ആ സമയത്ത് പോലും അള്ളാഹു തആല ഓരോ ആവശ്യം നബിതങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കുക. ഈ ചെറു സംഘം ഇവിടെ നശിച്ചാൽ തൗഹീദ് പറയാൻ ഇനി ആരുണ്ടാവില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെടുത്തി തരണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിനെ പോയിട്ട് പറഞ്ഞു, നബിയെ നിർത്ത്, മതിയാക്ക്, നിങ്ങൾ അള്ളാഹ് സഹായിക്കും. എത്ര സമയമായി നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എങ്ങനല്ലേ സംഭവം? എത്ര കൃത്യമായിട്ടാണ് സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെട്ടു. അബൂജഹലിന്റെ ദുആക്ക് ഉത്തരം കിട്ടി, അഷ്റഫുൽ ഖൽഖിന്റെ ദുആക്ക് ഉത്തരം കിട്ടി. അബൂജഹൽ എന്താ ദുആ ചെയ്തത്? ഹക്കും ബാത്തിലും തമ്മിൽ നീ വേർതിരിക്കണം. ഇന്നത് ഹക്ക്, ഞാൻ ഹക്ക്, മുഹമ്മദ് ബാത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് ഹക്ക്, ഞാൻ ബാത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല. ഏതാണോ ഹക്ക്, ഏതാണോ ബാത്തിൽ, ഇടയായി തിരിച്ച് ഖലാസിയത്താക്കിയിട്ട് നീ വരനെ, അല്ലേ പെൺകുട്ടി വൈദ്യര് പറഞ്ഞത്? രണ്ടിൻ്റെ ഇടയിൽ ഖലാസിയം നീ ആക്കണം. അള്ളാഹ് കബൂലാക്കി. അഷ്റഫുൽ ഖൽഖ് ഇപ്പുറത്തും ദുആ ചെയ്തു അള്ളാഹിനോട്, അബൂജഹൽ ഇപ്പുറത്തും ദുആ ചെയ്തു അള്ളാഹിനോട്. രണ്ടാളെ ദുആ അള്ളാഹു കബൂലാക്കി, ഹക്കിനെ അള്ളാഹു തആല വിജയിപ്പിച്ചു. നല്ല സംഭവം. അള്ളാഹു ദുആ ചെയ്യിപ്പിക്കുകയല്ലേ? നാവുകൊണ്ട് സംസാരിപ്പിക്കുന്ന ആരാണ്? വരിക്കുൽ ലിസാൻ ആരാണ്? അള്ളാഹു അല്ലേ? അബൂജഹലിനോട് വാക്ക് പറയിപ്പിക്കുന്ന അള്ളാഹുവാണ്. അഷ്റഫുൽ ഖൽഖിനെ നാവുകൊണ്ട് പറയിപ്പിക്കുന്ന അള്ളാഹുവാണ്. എല്ലാ വിഷയം അള്ളാഹ് 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 അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശം നൽകുന്നു. നിങ്ങളെ വൈകാരിക തലങ്ങളെ
ആദർശപരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തലവേദനയായിരിക്കും. മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. ഇപ്പം അള്ളാഹു മനുഷ്യരോടല്ല പറയുന്നത്, ഇപ്പം മുസ്ലിങ്ങളോടാണ് പറയുന്നത്. അള്ളാഹു തആല സൂറത്ത് തൗബയിൽ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കാം. ഓർ പ്രവാചകരെ, നിങ്ങൾ പറ അവരോട്, ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളെ ബാപ്പ, വ അബിനാഉക്കും, നിങ്ങളെ മക്കള്, വ ഇഖ്വാനുക്കും, നിങ്ങളെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളെ ഭാര്യമാര്, ഇണകൾ, ഭർത്താക്കന്മാർ, വ അശീറത്തുക്കും, നിങ്ങളെ കൂട്ടുകുടുംബാദികൾ, വ അംവാലും ഇഖ്തറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളെ പണം, സമ്പത്ത്, മുതല്, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ, വ മസാക്കിന് തർലൗനഹ, നിങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളെ ബംഗ്ലാവുകൾ, ഭവനങ്ങൾ, വീടുകൾ. ഈ 8 കൂട്ടം കാര്യങ്ങൾ അഹബ്ബയിലേക്കും, അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതിനോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതാരെങ്കിലും നഷ്ടപ്പെടുത്തി കളയുമോ? ഫാസിസ്റ്റുകൾ ബഹളുണ്ടാക്കി നമ്മളെ ബാപ്പാനെ കൊന്നുകളയോ, നമ്മളെ മക്കൾ ഇവർ കൊന്നുകളയോ, സയനിസ്റ്റുകളെ യുദ്ധം ചെയ്ത് നമ്മളെ സമ്പത്ത് ഇല്ലാതാക്കി കളയോ, നമ്മളെ നാട്ടിനെ ഇല്ലാതാക്കി കളയുമോ? കമ്മ്യൂണിസ്റ്റുകൾ യുദ്ധം ചെയ്ത് നമ്മുടെ മക്കളെ കൊന്നുകളയുമോ? കലാപങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കച്ചവടങ്ങൾ തകർത്ത് കളയുമോ? കലാപകാരികൾ നമ്മുടെ വീട് ആക്രമിച്ച് നശിപ്പിച്ചു കളയുമോ? കലാപകാരികൾ നമ്മുടെ സ്ഥാപനങ്ങളെ നശിപ്പിച്ചു കളയുമോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്താവിഷയമെങ്കിൽ ഈ പറയപ്പെട്ടതെല്ലാം ഒരു മനുഷ്യന്റെ വൈകാരിക തലങ്ങളാണ്. വൈകാരിക തലങ്ങളാണ്. ബാപ്പ എന്നുള്ളത് ഒരു മനുഷ്യന്റെ വികാരമാണ്. ബാപ്പനൊരാൾ അടിക്കാൻ വന്നാൽ ആർക്കും സഹിക്കാൻ പറ്റൂല. ഉമ്മനൊരാൾ ചീത്ത പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റൂല. മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നത് ആർക്കും സഹിക്കാൻ പറ്റൂല. അത് ഏത് മതക്കാരനും സഹിക്കാൻ പറ്റൂല. അവന്റെ വൈകാരിക തലമാണ്. അതേപോലെ തന്നെ കച്ചവടത്തിൽ തീ വെക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ വന്നാൽ അത് ആർക്കും സഹിക്കൂല. ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾ മനുഷ്യന്റെ വൈകാരിക തലങ്ങളാണ്. ഒരു മനുഷ്യന്റെ വൈകാരികമായി മനുഷ്യൻ പ്രതികരിക്കുന്ന വിഷയങ്ങളാണ് ഈ 8 കാര്യങ്ങൾ. ഏതൊരു മനുഷ്യനായാലും ഈ പറയപ്പെടുന്ന 8 കൂട്ടം കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനായിരിക്കും അവന്റെ പരിശ്രമം. അതിനായിരിക്കും അവൻ രാഷ്ട്രീയത്തെ ഇടപെടിപ്പിക്കുന്നുണ്ടാകുക, അതിനായിരിക്കും അവൻ സമൂഹത്തെ ഇടപെടിപ്പിക്കുന്നുണ്ടാകുക, അതിനായിരിക്കും അവന്റെ ബന്ധങ്ങളെ ഇടപെടിപ്പിക്കുന്നുണ്ടാകുക. അല്ലാഹു തആല പറഞ്ഞു, ഈ 8 കൂട്ടം കാര്യങ്ങൾ സംരക്ഷിക്കലാണ് നിന്റെ ജീവിതത്തിന്റെ താല്പര്യമെങ്കിൽ, നിന്റെ വികാരം ഈ 8 കൂട്ടം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, എന്തിനേക്കാൾ മിനല്ലാഹി, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹിനോട് മാത്രം എന്നൊരു കരാറ്, ആ കരാറിനേക്കാൾ, മിനല്ലാഹി അള്ളാഹിനേക്കാൾ എന്ന് വെച്ചാൽ അള്ളാഹ് ഒറ്റൊരു കാര്യമേ ഹക്ക്, അവകാശം എന്ന നിലക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് അല്ലാഹു തആല. ചെയ്തേ പറ്റൂ എന്നൊറ്റ കാര്യമേ അല്ലാഹ് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം മനസ്സുള്ളവൻ ചെയ്തോ, മനസ്സുള്ളവൻ ഒഴിവായിക്കോ, കിട്ടേണ്ടടുത്ത് കിട്ടിക്കോ, വാങ്ങേണ്ടടുത്ത് വാങ്ങിക്കോ എന്നാ അല്ലാഹു തആല പറഞ്ഞു. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. മനസ്സുള്ളവനെങ്കിൽ. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കോ അല്ലാഹ് തയ്യാറല്ല. ഒരു കാര്യം അല്ലാഹു തആല അങ്ങനെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറയുന്നില്ല, ചെയ്തേ പറ്റൂ. എന്താണത്? അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് മുആദ് ബിൻ ജബലുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടിമകളിൽ നിന്ന് അല്ലാഹു തആല ആവശ്യപ്പെടുന്ന ഹക്ക്, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളിൽ നിന്ന് കിട്ടിയേ പറ്റൂ എന്ന് അല്ലാഹു തആല പറയുന്ന അവകാശം. എന്താണ് അവകാശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് പറഞ്ഞു, അറിയില്ല നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, എന്ത് പ്രശ്നവും അള്ളാഹുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുക, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അതിൽ ഇടപെടിപ്പിക്കാതിരിക്കുക. ഇത് അല്ലാഹു തആല അധികാരം പറഞ്ഞു വാങ്ങും ജനങ്ങളോട്. 2 കൂട്ടം ജനങ്ങളാണ്. ഒന്ന്, തീരെ ഷഹാദത്ത് കൊടുക്കാത്തവർ, കൊടുത്തേ പറ്റൂ. 2, ഷഹാദത്ത് കൊടുത്തിട്ടത് പാലിക്കാത്തവർ, പാലിച്ചേ പറ്റൂ. 2 വിഭാഗമാണ് ഭൂമിയിൽ ജനങ്ങൾ.
ഒന്ന് അള്ളാഹുവുമായി കരാറിൽ ഏർപ്പെടാൻ കൂട്ടാക്കാത്തവർ, മതക്കാർ, നിരീശ്വരവാദികൾ, ഭൗതികവാദികളെ പോലെ. അവരോട് നിരന്തരം അള്ളാഹ് ആവശ്യപ്പെടുന്നു, ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ ഹക്ക് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കെട്ടുകെട്ടുത്ത രീതിയിൽ പരീക്ഷിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ ജനങ്ങളോട്? അള്ളാഹു തആല പറഞ്ഞു, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. എന്താ പറഞ്ഞത്? അൻ അൻദിർ ഖൗമക മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം. ഓ നൂഹ്, നിങ്ങളെ ജനങ്ങളെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്ക്, താക്കീത് കൊടുക്ക്. അൻ അൻദിർ ഖൗമക, എപ്പോൾ? മിൻ ഖബലി അൻ യഅതിയഹും, ദാ അവർക്ക് വന്നെത്തുന്നതിനു മുമ്പ്, അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ. എത്ര കട്ടിയാണ് ആ വാക്ക്! സൂറത്ത് നൂഹിന്റെ തുടക്കം. എത്ര കടുപ്പമാണ് ആ വാക്ക്! അതെ, അള്ളാഹിന്റെ അവകാശം അല്ലാഹു തആല ചോദിച്ചു വാങ്ങുകയാണ് മനുഷ്യരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്. ഇവിടെ എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ചെയ്ത തെറ്റ്? അതെന്താ ആരും ചിന്തിക്കാത്തത്? എന്തിനെ പറ്റിയാണ് എന്താ ഈ അൻദിർ ഖൗമക, നിങ്ങളെ ഖൗമിന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്ക്. എന്താണ് ആ ഖൗമ് ചെയ്ത തെറ്റ്? ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ, പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നൂഹ് നബിന്റെ ഖൗമ് വേറെ ഒരു തെറ്റും ചെയ്തതായി, ഒരു ഫാഹിഷത്തും ചെയ്തതായി തെളിയിക്കാൻ കഴിയുന്നില്ല. ഒറ്റൊരു വിഷയമേ തെളിയിക്കാൻ കഴിയുള്ളൂ. അവർ 5 ജാറങ്ങളിൽ ചെന്ന് ഇലാഹ ഹളറത്തി പറഞ്ഞ് സഹായം തേടുന്നവരാണ്. വേറൊരു തെറ്റും അവർ ചെയ്തതായിട്ട് ചരിത്ര പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല, പ്രമാണങ്ങളിലും കാണാൻ കഴിയുന്നില്ല. അതിനുശേഷം വന്ന പ്രവാചകന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പോരായ്മകളും ജീർണതകളും നമുക്ക് കാണാൻ കഴിയും പ്രമാണങ്ങളിൽ തന്നെ. അള്ളാഹ് തന്നെ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ശുഐബ് നബിൻ്റെ കാലത്തുള്ള ജീർണതകൾ, മൂസ നബിൻ്റെ കാലത്തുള്ള ഫിറൗൻ്റെ ജീർണതകൾ, ഹാദ് സമൂദിൻ്റെ ജീർണതകൾ, ഇതെല്ലാം നമുക്ക് കാണാം. എന്നാൽ നൂഹ് നബിൻ്റെ ഖൗമിൽ വേറൊരു ജീർണതയും ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അവരാകെ അന്ന് ചെയ്ത തെറ്റ്, ഇത്രയും വലിയ മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രം അവർ ചെയ്ത തെറ്റ് 5 ഔലിയാക്കളുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി എന്നത് മാത്രമാണ്. അവിടെ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, വിട്, ആ ജാറങ്ങളെ നിങ്ങൾ വിട്ടേ പറ്റൂ, എന്നിട്ട് എന്നോട് മാത്രം ഇടപെട്ടേ പറ്റൂ. ആ കാര്യം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഇത് അല്ലാഹു തആല ചോദിച്ചു വാങ്ങിയിരിക്കും. അതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ. നിങ്ങൾ ആ 8 കൂട്ടം കാര്യങ്ങൾ നിങ്ങളെ വൈകാരിക പ്രശ്നമായി മാറ്റുന്നത് മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ. എന്നുവെച്ചാൽ അള്ളാഹ്ക്ക് നിങ്ങൾ കൊടുത്ത ഷഹാദത്ത് പ്രാവർത്തികമാക്കുന്നതിനേക്കാൾ. വറസൂലിഹി, രണ്ടാമത്തൊരു ഷഹാദത്തുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂല് നിങ്ങളെ വികാരമായി മാറണം. ആ റസൂലിനേക്കാൾ, ആ റസൂലിന് നിങ്ങൾ കൊടുത്ത റിസാലത്തിലുള്ള ഷഹാദത്തിനേക്കാൾ, നിങ്ങൾ എന്ത് പ്രശ്നവും ആ റിസാലത്തുമായി ബന്ധപ്പെടുത്തി, ശരീഅത്തുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രശ്നം ഈ 8 കൂട്ടം കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ 8 കൂട്ടം കാര്യങ്ങളൊന്ന് നേടിയെടുക്കണം. അള്ളാഹ് എന്തായാലും എന്താ, റസൂൽ എന്തായാലും എന്താ, അതൊന്നും നമുക്ക് ഇപ്പം അറിയണ്ട. ഇപ്പം നമ്മൾക്ക് നമ്മളെ പ്രശ്നം പരിഹരിച്ച് കിട്ടണം. യുദ്ധമാണെങ്കിൽ യുദ്ധം ജയിച്ച് കിട്ടണം, രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നമ്മളെ പാർട്ടി ജയിച്ച് കിട്ടണം, സമ്പത്താണെങ്കിൽ നമ്മുടെ കച്ചവടം വിജയിച്ച് കിട്ടണം. എടോ, അള്ളാഹു ആ കാര്യത്തിൽ അതൊന്നും ഇപ്പം പറയണ്ട. ഇപ്പം അള്ളാഹിനെ പറ്റി പറയേണ്ട സമയമല്ല, ഇപ്പം റസൂലിനെ പറ്റി പറയേണ്ട സമയമല്ല. ഇപ്പം നമ്മളെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന സമയമാണ്. ഇതാണ് നിങ്ങളുടെ ചിന്താവിഷയമെങ്കിൽ ആ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട 3 കൂട്ടം കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ വൈകാരിക പ്രശ്നമെങ്കിൽ മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ, വറസൂലിഹി, അള്ളാഹിന്റെ റസൂലിനേക്കാൾ. അള്ളാഹിനേക്കാൾ മീൻസ് ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ, റസൂലിഹി മീൻസ് മുഹമ്മദുർ റസൂലുള്ളാഹിയേക്കാൾ. വജിഹാദിൻ ഫീ സബീലി, വജിഹാദിൻ ഫീ സബീലി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ലോകത്ത് യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങളും ത്യാഗങ്ങളും അതിനു വേണ്ടി പ്രവർത്തിക്കലും, അതും 3ാമത്തെ കാര്യം. ഈ 3 കാര്യങ്ങളെക്കാൾ ഈ മേൽപ്പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ ചിന്താവിഷയമെങ്കിൽ, നിങ്ങൾ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ പരിഹാര വിഷയമെങ്കിൽ, അവിടെ അള്ളാഹോ റസൂലോ അള്ളാഹുവിൻ്റെ ദീനോ ഇതൊന്നും നിങ്ങൾക്ക് വിഷയമാകുന്നില്ലെങ്കിൽ ഫതറബ്ബസു, സുബ്ഹാനല്ലാഹ്, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവൻ്റെ നടപടി നടപ്പിലാക്കുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അതെ, അതേ കൂട്ടരെ, അതെ. നമ്മുടെ കേരളം തൊട്ട് അങ്ങ് ഫലസ്തീൻ വരെ, ഇന്ത്യ തൊട്ട് ഇറാൻ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ മുന്നറിയിപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ജൂതന്മാരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക, ജൂതസമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക. ഞാൻ മനഃപൂർവ്വമാണ് ആ വാക്കുപയോഗിച്ചത്. എന്താണ് ജൂതന്മാരുടെ ഉൽപ്പന്നം? പെണ്ണുങ്ങൾ തലയിൽ തേക്കുന്ന ഷാമ്പു, പിള്ളേർ കാലിലിടുന്ന സോക്സ്, അതേപോലെ തന്നെ ബാറ്റിൻ്റെ വടി, അതേപോലെ തന്നെ ഫോണിൻ്റെ കുന്ത്രാണ്ട പെട്ടി ഉടൻ ബഹിഷ്കരിക്കുക. ടി വി എല്ലാം എടുത്ത് അഴിച്ചു മാറ്റുക. 72 ഇഞ്ച് അത് ജൂതൻ്റെതാണ്. അന്നൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ട് കഅബത്തിൻ്റെ അടുത്തേക്ക് ഹാജിമാർ പോവുക. ഇപ്പോൾ ലതാ മങ്കേഷ്കറുടെയും മുഹമ്മദ് റാഫിൻ്റെയും പാട്ട് കഅബത്തിൻ്റെ മുറ്റത്ത് കേൾക്കാം, ഹാജിയുടെ കീശയിൽ നിന്ന് കേൾക്കാം. അവൻ്റെ റിംഗ് ടോൺ അതാണ്. പല ഹാജിമാരുടെയും റിംഗ് ടോൺ ലതാ മങ്കേഷ്കറുടെ പാട്ടായിരിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് റാഫിൻ്റെ കവാലിയായിരിക്കും. പണ്ടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലയും ലബ്ബൈക്കയും കേൾക്കാം. അപ്പോൾ ജൂതൻ പൂർണ്ണമായി ജയിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. ഇവിടെ ജൂതനെ കെട്ടുകെട്ടുത്ത രീതിയിൽ വിമർശിക്കുന്നവൻ്റെയും വീട്ടിൽ ഹോം തിയേറ്റർ, ഓൻ്റെ മക്കളും ഹോം തിയേറ്ററിലാണ്. അങ്ങനെ ഹോം തിയേറ്റർ ജൂതൻ്റെ സമ്മാനം. എല്ലാ കാര്യത്തിനും ജൂതൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ഇല്ല, നമ്മളത് പറയുന്നില്ല. ഈ ഷാമ്പു ഒഴിവാക്കിയത് കൊണ്ടോ പിള്ളേർ കാക്കിടുന്ന സോക്സ് ഉപേക്ഷിച്ചത് കൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരമാവില്ല. ജൂതൻ മുഹമ്മദി റിസാലത്തിന് തകർത്ത് കളയാൻ ചില ഉൽപ്പന്നങ്ങൾ പ്രാവർത്തികമാക്കി ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഒന്നാമത്തെ ഉൽപ്പന്നം ജാറങ്ങളാണ്. എത്രയും പെട്ടെന്ന് ബഹിഷ്കരിക്കുക. അത് ജൂതൻ്റെ ഉൽപ്പന്നമാണ്. എന്താ പണ്ഡിതന്മാരെ ചിന്താവഴിക്ക് പോകാത്തത്? അബ്ദുല്ലാഹ് ഇബ്നു സബഅ് എന്ന് പറയുന്ന ജൂതനെ എല്ലാ ഏർപ്പാടുകളും റെഡിയാക്കിയിട്ടല്ലേ മദീനയിലേക്ക് ജൂതന്മാരയച്ചത്. ആ അബ്ദുല്ലാഹ് ഇബ്നു സബഇലൂടെ ഒരു സംഘം ഊനം തിരിഞ്ഞു വന്നു. അവർക്കാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ജൂതൻ 4000 കൊല്ലത്തോളം പഴക്കമുള്ള അവൻ്റെ ജോലി അബ്ദുല്ലാഹ് ഇബ്നു സബഇൻ്റെ പാർട്ടിയെ ഏൽപ്പിച്ചിട്ട് അവൻ വിശ്രമിക്കാൻ പോയില്ലേ ജൂതൻ? ഇല്ലേ? അവൻ വിശ്രമിക്കാൻ പോയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സബഅ് നന്നായിട്ട് പ്രവർത്തിച്ചില്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സബഅ് ജൂതന് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഡ്രസ്സിൽ തരീഖത്തുണ്ടാക്കി. എന്നിട്ട് യാ ഇമാം യാ അലി എന്ന കുത്തുബിയത്തിലൂടെ ആദർശരംഗം ലാ ഇലാഹ ഇല്ലല്ലയെ പൊളിച്ച് കൈമ കൊടുത്തു. രണ്ടാമത്തത്, ഈ അലി തരീഖത്തിൻ്റെ ആൾക്കാരുടെ മനസ്സിൽ രാഷ്ട്രീയ വിഷമുണ്ടാക്കി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണത്തിനെതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കാനുള്ള ഏർപ്പാടും ആ അബ്ദുല്ലാഹ് ഇബ്നു സബഇലൂടെ ജൂതൻ നടപ്പിലാക്കി. ഇല്ലേ? 2 കാര്യം ഒന്നിച്ച് നടന്നില്ലേ? ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, അലി റളിയല്ലാഹുവിൻ്റെ അഡ്രസ്സിൽ ഉണ്ടാക്കിയെടുത്ത ആ തരീഖത്ത്, അതിനാണ് ഷിയത്തു അലി. അതാണ് ഷിയാക്കൾ എന്ന അഡ്രസ്സിൽ അറിയപ്പെടുന്നത്. ഷിയത്തു അലി, അലിയുടെ സംഘം. ജൂതൻ ജയിച്ചില്ലേ? ആ ഉൽപ്പന്നം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജാറം മുതൽ ഖുമൈനിയുടെ ജാറം മുതൽ മാലിക്കുദ്ദീനാറിൻ്റെ ജാറം വരെ ബഹിഷ്കരിക്കുക. അതാണ് ജൂതൻ്റെ ഉൽപ്പന്നത്തിൽ ഒന്നാമത്തെ ഉൽപ്പന്നം. ജൂതൻ ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ എന്നല്ലാതെ ഈ ചില പിരാന്തന്മാർ മാനസിക രോഗികൾ പറയും പോലെ തലയിൽ തേക്കുന്ന ഷാമ്പു ഒഴിവാക്കിയിട്ട് അങ്ങ് നശിപ്പിച്ചേക്കാമെന്നും കരുതണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രു എന്ന നിലക്ക് പേരിട്ടിട്ട് നിലനിർത്തിപ്പോകുന്ന ഒരു ഏർപ്പാടാണ് ജൂതൻ്റെ ഏർപ്പാട്. അത് അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞതാണ്. മുഴുവൻ നബിമാരുടെയും മേൽ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ നബിക്കും നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. ലികുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. മനുഷ്യ പിശാചുക്കളിൽ നിന്നും ജിന്ന് പിശാചുക്കളിൽ നിന്നും. മനുഷ്യ പിശാചുക്കളിൽ ഏറ്റവും കടുകടുത്ത പിശാച്ച് ജൂതന്മാരാണ്. ജിന്ന് പിശാചുക്ക് ഏറ്റവും കടുത്ത പിശാച്ച് ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും ആണ്. ഈ 2 വിഭാഗത്തിൽ നിന്ന് നല്ല മെജോറിറ്റിയുള്ള ശത്രുക്കളെ ഓരോ നബിമാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കദാലിക ജഅൽന ലികുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ശത്രു ജൂതന്മാരാണ്. ഏതാണ്ട് 3500 കൊല്ലത്തെ പാരമ്പര്യമുണ്ടവർക്ക്.
അല്ല, 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, 2500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് അവർക്ക്, ജൂതൻ്റെ ശത്രുതക്ക്. അന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് പിരിഞ്ഞു പോയതാണ്. തുരിസിനായിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട സംഘം വഴിയിൽ വെച്ച് ജാറം കണ്ടപ്പോൾ ഇതേപോലത്തെ ഒരു ജാറം നമുക്കും വേണമെന്ന് പറഞ്ഞ് ആ ജാറത്തിന് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു പോയതാണ് ഇസ്രായേലി സമൂഹം. അവരാണ് നാം പിന്നീട് ജൂതർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഏതാണ്ട് അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലത്തിന് 2500 കൊല്ലം മുമ്പാണ്. ആ 2500 കൊല്ലം ലോകത്ത് മുഴുവനും ചുറ്റിക്കറങ്ങി ശത്രുതയുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ശത്രുത സംഭരിച്ചവരാണ് ജൂതന്മാർ. റസൂലുള്ളാഹി തങ്ങൾ നബിയായിട്ട് വന്നപ്പോഴും ഈസ നബി നബിയായിട്ട് വന്നപ്പോഴും ജൂതനായിരുന്നു കെട്ടുകെടുത്ത ശത്രു. ഈസ നബിൻ്റെ പ്രോഗ്രാം തകർക്കുക, മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രോഗ്രാം തകർക്കുക. അഷ്റഫുൽക്ക് നിങ്ങൾ ഇനി മുതൽ ജൂതന്മാരെ ആരെയും തെങ്ങുമക്കാരൻ വിളിക്കേണ്ട കേട്ടോ, ഈത്തപ്പഴം പറിക്കാൻ പറ്റിക്കണ്ട കേട്ടോ, നിങ്ങളാരും ഇനി ഈത്തപ്പഴത്തിന് വളം ചേർക്കാൻ വിളിക്കേണ്ട കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് പോലും അവസാന നാളിൽ അവിടുത്തെ പടയങ്കി ഒരു ജൂതൻ്റെ വീട്ടിലാണ് പണയം വെച്ചത്. എന്നുവെച്ചാൽ ഷാമ്പു ഒഴിവാക്കിയത് കൊണ്ടൊന്നും ആ ജൂതൻ്റെ ശത്രുത പോവില്ല. അത് അള്ളാഹു തആല നിശ്ചയിച്ച ശത്രുതയാണ്. ആ ശത്രുത അള്ളാഹ് നിശ്ചയിച്ച മരുന്ന് കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. ആ ജൂതൻ മുഹമ്മദ് നബി വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ നേർക്ക് നേരെ ഇടപെട്ടു. ജൂതൻ ഏജന്റിനെ ഏൽപ്പിച്ചില്ല, നേർക്ക് നേരെ ഇടപെട്ടു. അള്ളാഹു റസൂലിൻ്റെയും അബൂബക്കർ സിദ്ദീഖിൻ്റെയും കാര്യത്തിൽ അവർ വിഷം കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖിനും വേറൊരു സഹാബിയും അവർ പെട്ടെന്ന് മരിച്ചു. അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ വിഷം കൊടുത്തത് ജൂതൻ നേരിട്ടാണ്. അബൂബക്കർ സിദ്ദീഖിനെ കൊല്ലാൻ വിഷം കൊടുത്തത് ജൂതൻ നേരിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ ജൂതൻ നേരിട്ടാണ് ഏർപ്പാടാക്കുന്നത്. ഇറാൻകാരനായ അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസി, അവൻ പേർഷ്യക്കാരനാണ്, ഇറാൻകാരനാണ്. അവനെയാണ് ജൂതൻ ചട്ടം കെട്ടുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ. ഇന്ന് നമുക്ക് ഇറാനിൽ പോയാൽ കാണാം, ഈ ജൂതൻ ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസിക്ക് ഷിയാക്കൾ സുന്ദരമായൊരു ജാറമുണ്ടാക്കി ഉറൂസ് നടത്തുന്നുണ്ട്. ഇപ്പോഴും ആ ജാറത്തിലേക്ക് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഒരു വലിയ മഹത്വത്തിൽ റഹ്മഹുല്ല പറഞ്ഞിട്ടാണ് അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസിയെ സ്വീകരിക്കുന്നത്. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു ഷിയാക്കൾക്ക് കാഫിറാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ആള് ധീരനാണ്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ച ആളായിട്ടാണ് ഷിയാക്കൾ ഇപ്പോഴും കാണുന്നത്. ഇപ്പോഴും ആ നമ്മൾ ഇവിടുത്തെയൊക്കെ ജാറങ്ങൾ പോലെ, ഭീമാപ്പള്ളി ജാറം പോലെ, ഉള്ളാളം പള്ളി ജാറം പോലെ വലിയ ജാറമാണ് ഇന്ന് അബൂ ലുഅ്ലുഅത്തുൽ ഫൈറൂസിയുടെ സാങ്കല്പിക ഖബർ അലങ്കരിച്ചിട്ട് അവർ ആഘോഷിക്കുന്നത്. ചെറിയ കുട്ടികൾ വരെ ഉമറിനെ കൊന്ന മഹാന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആദർശിക്കാൻ ഇതൊന്നും ആർക്കും വിഷമാകുന്നില്ല. ഇവിടുത്തെ കാസിമിയാക്കൾക്കോ ദാവിയാക്കൾക്കോ ഇവിടുത്തെ ബാക്കവിയാക്കൾക്കോ അസരിയാക്കൾക്കോ അതേപോലെ തന്നെ ഫൈസിയാക്കൾക്കോ ഒന്നൊരു അതല്ലാണ് വെക്ക്. ഒരു കാസിമി പറഞ്ഞത് അങ്ങനെയാണ്. അതല്ലാണ് ആ ചർച്ച ഒന്നും ഇപ്പം വേണ്ട. ഇപ്പോഴത്തെ ചർച്ച മുഴുവനും ഫലസ്തീൻ, ഇവിടെ ഉമറോ ഉസ്മാനോ ഇതൊന്നും ഇപ്പം വിഷയമല്ല. അതൊന്നും ഇപ്പം വിഷയാക്കണം. എന്നുവെച്ചാൽ ഇവരുടെ മനസ്സിൽ ദീനുൽ ഇസ്ലാമിനോടുള്ള മതിപ്പ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അള്ളാഹുവിൻ്റെ കോപം ഇരട്ടിക്കുകയാണ്. ഇതിവിടെ ഒന്നും തീരൂല വിഷയം. ഈ പണ്ഡിതന്മാർ ഈ ശർറുമൻ താഴ്ത്താതീമിസമാ, ആകാശത്തിൻ്റെ ചോട്ടിൽ ഇത്രയും നികൃഷ്ടമായൊരു ജീവികൾ വേറെ ഇല്ല. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമി സമാ, മിന്നും തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നാണ് ഫിത്ന പുറത്തു വരിക. വഇലൈഹിം തഊദ്. ഒരു മാനസിക രോഗി ഒരു മിമ്പറിൽ വെച്ചിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിനെയും പറയുന്നവര് ആകാശത്തിന്റെ ചോട്ടിലുള്ള നികൃഷ്ട പണ്ഡിതൻ. അള്ളാഹിന്റെ റസൂലിനെ ഇപ്പം മാറ്റിവെക്ക്, ഇപ്പം നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം, അതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും ഇസ്ലാം പാർട്ടിക്കാരൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ചിലര് മിമ്പറിൽ വെച്ച് പോലും ഓരിയിടുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടെന്നറിയുമോ? ഈ ഉമ്മത്തിനെ നയിക്കേണ്ട മിമ്പറുകൾ പോലും ഷിയാക്കൾക്ക് അനുകൂലമാകുന്നൊരവസ്ഥ വന്നുപോയല്ലോ. ഇതിനെന്താണ് പരിഹാരം? തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, ഞാൻ ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിൽ ഇറാനിയൻ ഷിയ്യത്ത് കൂടുതലൊന്നും വന്നിട്ടില്ല. അതിന് കാരണക്കാർ സമസ്തക്കാരാണ്. നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു യാഥാർത്ഥ്യമായിരിക്കും അത്. ഒരുപക്ഷെ സമസ്തക്കാർ ഞാനിത് പറയുമ്പോൾ ആഘോഷിച്ചെന്ന് വരും, മറ്റുള്ളവർ പ്രതികരിച്ചെന്നും വരും. ഇല്ല,
ഇറാനിയൻ ഷിയത്ത് കേരളത്തിൽ വരാതെ സൂക്ഷിക്കാൻ സമസ്ത ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവാണ് ബഹാവുദ്ദീൻ കൂരിയാട് നദിവി ഷിയത്തിനെതിരായിട്ട് പണ്ഡിതന്മാർക്ക് എടുക്കുന്ന ക്ലാസ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇ കെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാർക്ക് നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ ഇറാനിയൻ ഷിയത്തിന്റെ വിപത്തിനെ സംബന്ധിച്ച് വളരെ കടുപ്പ രീതിയിൽ അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ആദർശേരി അദ്ദേഹം ഒന്നും ഇവിടുത്തെ സലഫി സംഘടനകളെ ആരുമല്ല. അദ്ദേഹം കേരളത്തിലേക്ക് ഈ ഇറാനിയൻ ഷിയത്ത് കടന്നു വരുന്നതിനെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറാനിയൻ ഷിയത്ത് എത്ര സമർത്ഥമായിട്ടാണ് ഇസ്ലാം പാർട്ടിക്കാർ കേരളത്തിലെ മുസ്ലിം മനസ്സുകളിൽ കൊണ്ട് സ്ഥാപിച്ചത് എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ഇപ്പോഴാണ് ആ കാപട്യം പുറത്തു വരുന്നത്. ഇതുവരെ ആ കപടത മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, 1992 കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അന്ന് സിമി നിരോധിച്ചിട്ടില്ല. സിമിയെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പോറ്റ് വളർത്തു മകനാണ് സിമി. ആ സിമി ഒരു യോഗം, സിമിയുടെ ആ യോഗത്തിൽ കമ്പസാറിലെ ഖത്തീബ് എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരാദർശ എന്ത് പ്രസംഗം തന്നെ പറയാ, ആശംസാ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അപ്പം ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ കാണാൻ സാധിച്ചത് ആ സ്റ്റേജിൻ്റെ നടുക്കായിട്ട് നല്ല ലാർജ് സൈസ് ഖുമൈനിയുടെ ചിത്രം. ഞാൻ അന്നും 90കളിൽ ഖുമൈനി നടത്തുന്നത് ഷീഈ വിപ്ലവമാണ്, ഇസ്ലാമിനെ കൊല്ലാനുള്ള ഏർപ്പാടാണ്, ഇത് ദൂരവ്യാപകമല്ലാത്ത വിപത്തിന് കാരണമായി തീരും എന്ന് അന്നത്തെ ഇറാനിയൻ ഷീഈ വിപ്ലവത്തെ സംബന്ധിച്ച് കാമസാറിലെ മെമ്പറുകൾ വെച്ചൊക്കെ ഞാൻ അന്ന് ഇതേപോലെ അട്ടഹസിക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും കൗമിന് അത്ര പെട്ടെന്ന് അത് ക്ലിക്കായില്ല. ഇന്ന് അൽഹംദുലില്ലാ ഒക്ടോബർ 7 ശേഷം ഏറ്റവും വലിയ നേട്ടം, കേരളത്തിലെ ജനം ഷീയത്തിനെ പറ്റി ചർച്ച ചെയ്തു തുടങ്ങി, സാധാരണക്കാർ ചർച്ച ചെയ്തു തുടങ്ങി, വീട്ടിലെ പെണ്ണുങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. എന്താണ് ഈ ഷീയത്ത് എന്നതിനെ പറ്റി, അതിൻ്റെ ഗൗരവം എന്താണ്, അതിൻ്റെ കട്ടി എന്താണ്, അതിൻ്റെ പ്രത്യാഘാതം എന്താണ്, അവരെത്ര കടുപ്പക്കാരാണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്തു തുടങ്ങി. അതിനുള്ള വിഷയങ്ങളൊക്കെ ഇന്ന് കിട്ടിത്തുടങ്ങി. അൽഹംദുലില്ലാ. അള്ളാഹു ആരെയാണോ അതിനെ കാരണക്കാരാക്കിയത്, അള്ളാഹുവിൻ്റെ ദർബാറിൽ അവർക്ക് ഉന്നത പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ചിത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് അപകടമാണ്. ദീനുൽ ഇസ്ലാമുമായിട്ട് ഖുമൈനിക്ക് എന്താണ് ബന്ധം? ഇന്നും ഇന്നലെയൊന്നും അല്ലാതെ 90കളിൽ കഥയപ്പ 92ലാണ് ഞാൻ കാമസാറിൻ്റെ ഖത്തീബായിട്ടിരിക്കുന്നത്. 91, 92 എന്താണ് ബന്ധം? ഈ രീതിക്ക് സംസാരിച്ചപ്പോൾ എനിക്കൊരു എഴുത്ത് തന്നു അവർ. മൗലവി സാഹിബ് പ്രസംഗം നിർത്തണം, ഇനിയും പ്രസംഗിക്കാൻ ആളുണ്ട്, സമയം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, അത് മറ്റേ എന്നെ കൊണ്ട് പ്രസംഗം നിർത്തിപ്പിച്ചു. പിന്നീടാണ് അറിയുന്നത് ഞാൻ ഈ ഖുമൈനിയെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നീട് അവരെന്തൊക്കെയായി എന്നുള്ള കാര്യം പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് സിമി എന്തായി, സിമിനെ എന്തൊക്കെ ആക്കി, പോറ്റ് തള്ള തന്നെ ആ സിമിനെ കൊന്നു കുഴിച്ചു മൂടിയ കഥയും പിന്നെ ആ സിമി നിരോധിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ കേരളക്കാർ ശരിക്കും അറിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇറാനിയൻ ഷിയത്തിനെതിരായി നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനിയൻ ഷിയത്ത് കൂടുതലൊന്നും കടന്നു വന്നിട്ടില്ല. 1984 സമസ്ത പിളരുകയും കാരന്തൂർ കേന്ദ്രമാക്കിക്കൊണ്ട് പുതിയ ഷിയത്ത് നിലവിൽ വരികയും ചെയ്തു. അവരാണ് ഇറാനിയൻ ഷിയത്ത് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിയത്. ഇറാൻ ഷിയാക്കളുടെ വസ്ത്രവിധാനം മുതൽ, ഹുസൈനിയ റാത്തീബ് മുതൽ, ഹസൻ മൗലൂദ് മുതൽ, കർബല മൗലൂദ് മുതൽ, അങ്ങനെ ഇതെല്ലാം ഈ 85 ശേഷമാണ് കേരളത്തിൽ വരാൻ തുടങ്ങിയത്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ഈ ഷിയത്തിന്, ഇറാനിയൻ ഷിയത്തിനെ പറ്റി കരുതലോടെ ഇരിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തലപ്പത്തുണ്ടായിരുന്നത്. അവർ യമനിയൻ ഷിയത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. യമനിയൻ ഷിയത്ത് സൂഫിസത്തിൻ്റെ ഭാഗമാണ്. സൂഫിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാറങ്ങൾ വളർന്നു വന്നത്. ബഹുമാനപ്പെട്ട സഹബാക്കളെ ചീത്ത പറയുക, ആയിഷത്തു സിദ്ദീഖിനെ പൂർണ്ണമായും അള്ളാഹു ആ വാക്ക് പറയാൻ കഴിയില്ല. അതാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അള്ളയും റസൂലും അള്ളാഹിൻ്റെ ദീനുമാണോ വിഷയം എങ്കിൽ നിങ്ങളെ ഉമ്മാനെ ചീത്ത പറയുന്നതിനേക്കാൾ കടുപ്പം ആയിഷ ബിബിയെ ചീത്ത പറയുന്നവരാണ്. നിങ്ങളെ ഉമ്മ നിങ്ങളെ വൈകാരികം മാത്രമാണ്, ആയിഷ നിങ്ങളെ ആദർശവും കൂടിയാണ്. ആദർശത്തിൻ്റെ ഉമ്മയാണ് ആയിഷ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങളെ ഉമ്മയാണെന്ന് വിശ്വസിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ
ആ ആയിഷാനെ തെനി വേശ്യ എന്ന് ഈ ഇറാനിയൻ ഷിയത്തെ മിമ്പറിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇവിടെ ജൂതന്മാർക്ക് ജൂതനാകണമെങ്കിൽ അവരെ ഷഹാദത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? ഈസ നബി വ്യഭിചാരപുത്രനാണെന്ന് ഉൾപ്പെടുത്തണം, എന്നാലേ ഒരുത്തരം ജൂതനാകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഉൾപ്പെടുത്തണം. അവരെ ഷഹാദത്തിൽ അത് ഉൾപ്പെടുത്തിയാൽ അവർ ക്രിസ്ത്യാനിയാവുള്ളൂ. ക്രിസ്ത്യാനിയുടെ എല്ലാ പ്രവർത്തനവും ചെയ്യുന്നു, പക്ഷെ യേശു ദൈവോത്തരനാണെന്ന് പറയുന്നില്ല. അപ്പോൾ അവരുടെ ക്രിസ്ത്യാനിസം സഹിയാകുകയില്ല അവരെ മതമനുസരിച്ച്. ജൂതൻ എല്ലാ കാര്യങ്ങളും സഹിയായിട്ട് ചെയ്യുന്നു, പക്ഷെ യേശു വ്യഭിചാരത്തിൽ ജനിച്ചതാണെന്ന് പറയാൻ തയ്യാറുന്നില്ലെങ്കിൽ അവൻ ജൂതമതത്തിൽ ഉൾപ്പെട്ടവനല്ല, മുർത്തദ്ദ. ജൂതമതത്തിൽ നിന്ന് മുർത്തദ്ദ. ഈസ നബി ദൈവപുത്രനാണെന്ന് പറയാത്തവൻ ഈ ക്രിസ്തു മതത്തിൽ നിന്ന് മുർത്തദ്ദ. ഇതേപോലെ ഷീഈ മതത്തിൽ ഒരാൾക്ക് ചേരണമെങ്കിൽ അയാളെ ഷഹാദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅഷ്ഹദു അന്ന അലിയൻ ഹുജ്ജത്തുള്ളാഹ് വഅഷ്ഹദു അന്ന അബൂബക്കർ വഉമർ വആയിഷ വഹഫ്സ ഫിന്നാർ. ഇതവിടെ ഷഹാദത്ത് കലിമയാണ്. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറയും പോലെ നല്ല നമുക്ക് ഇസ്ലാം സഹിയാവുള്ളൂ. അതേപോലെ ഷിഈസം ഖുമൈനിയുടെ ഷിഈയത്ത് സഹിയാകണമെങ്കിൽ അനുയായികൾ ഇതേപോലെ അവിടെ മൊല്ലമാര് ആരെങ്കിലും മുസ്ലിമാകാൻ വന്നാൽ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ജൂതനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ യൂറോപ്യൻ ആരെങ്കിലും വന്നാൽ അവരെ മൊല്ലമാര് പള്ളിയിൽ നിന്നിട്ട് ചൊല്ലിക്കൊടുക്കുന്ന ഷഹാദത്ത് ഇങ്ങനെയാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവർക്കും അറിയാം. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒക്കെ വഅഷ്ഹദു അന്ന അലിയൻ ഹുജ്ജത്തുള്ളാഹ് ഷിയാക്കളുടെ പ്രത്യേക കലിമയാണത്. നിങ്ങളെല്ലാം ഗൾഫിൽ പോയവരൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ പറയേണ്ടത് വഅഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന അബൂബക്കർ, തീർച്ചയായും അബൂബക്കർ, വ ഉമർ, ഉമറും, വ ഹഫ്സ, ഉമറിൻ്റെ മകൾ അഷ്റഫുൽ ഭാര്യ ഹഫ്സ, വ ആയിഷ, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൾ അഷ്റഫുൽ ഭാര്യ ആയിഷ, ഫിന്നാർ, നരകത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നാലേ ഷീഈ മതം സഹിയാവുള്ളൂ. ഇറാനിൽ പോയിട്ട് ഒരാളെ മതം മാറണമെങ്കിൽ ഈ കലിമ പറയണം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോഴും മിഹ്റാബുകളിലും മെമ്പറുകളിലും നമ്മളൊക്കെ അഹ്ലുസുന്നയുടെ ആൾക്കാർ അല്ലാഹുമ്മ നസബി ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ അബൂബക്കർ, അല്ലാഹുമ്മ നസബി ഖുലഫാഇ റാഷിദീൻ അബൂബക്കർ സിദ്ദീഖ് വർലാൻ അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുമ്മ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്, അതേപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ്, അതേപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നമ്മൾ ഈ 4 സഹബാക്കൾക്ക് ദുആ ചെയ്യും. അതേസമയം ഇറാനിലെ മെമ്പറുകളിൽ അവർ ആ സ്ഥാനത്ത് അല്ലാഹുവേ അല്ലാഹുമ്മൽ അൻ അബൂബക്കർ, അബൂബക്കറിനെ നീ ശപിക്കണമേ, വൽ അൻ ഉമർ, ഉമറിനെ നീ ശപിക്കണമേ, വൽ അൻ ഉസ്മാൻ, ഉസ്മാനെ നീ ശപിക്കണമേ, വൽ അൻ ആയിഷ വ ഹഫ്സ, ആയിഷാനെയും ഹഫ്സാനെയും നീ ശപിക്കണമേ. എന്നിട്ട് അലി ബിൻ താലിബിന്റെ ദർജ നീ ഉയർത്തി കൊടുക്കണമേ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത് പറയുമ്പോൾ പറയുന്നു ഈ ഷീഈ സപ്പോർട്ടർമാരായ മല്ലമാര്, ഇസ്ലാം പാർട്ടിൻ്റെ തലവാങ്ങികൾ, അതേപോലെ തന്നെ ഷീഈയത്ത് ജീവിതത്തിൻ്റെ പ്രമാണമാക്കി ജീവിതത്തിൻ്റെ സമ്പദ് വഴിയായി സ്വീകരിച്ചിരിക്കുന്ന മല്ലമാര്, അതാണ് അവക്ക്. അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഒരു കാസിമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് ആ വിഷയമാണ് അവക്ക്, അതല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാം കൂടി ഏത് വിഷയമായി? ഇപ്പം ചെങ്കടലും അതേപോലെ തന്നെ ഹൂത്തികളും അതേപോലെ തന്നെ സാധാരണ കപ്പലും എണ്ണക്കപ്പലും ഒക്കെയാണ് ഇപ്പോഴത്തെ വിഷയം. എല്ലാ വിഷയവും തീർന്നു. പക്ഷെ നമുക്കിപ്പോഴും വിഷയം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു. അതേ സുഹൃത്തുക്കളെ, അതേ സഹോദരന്മാരെ, സ്വന്തം ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ ഒരു മുഅ്മിന് സഹിക്കും, ആയിഷാനെ ചീത്ത പറഞ്ഞാൽ സഹിക്കൂല. അതാണ് അല്ലാഹ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മ, നിങ്ങളെ ബാപ്പ, നിങ്ങളെ ജ്യേഷ്ഠന്മാര്, നിങ്ങളെ അനിയന്മാര്, അവരൊന്നും ചീത്ത പറഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മിനല്ലാ, അള്ളാഹിനേക്കാൾ, ഒ റസൂലി, അള്ളാഹിൻ്റെ റസൂലിനേക്കാൾ, ഒ ജിഹാദിൻ ഫീ സബീലി, അള്ളാഹിൻ്റെ ദീൻ നിലനിൽക്കാനുള്ള പരിശ്രമത്തേക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ ചീത്ത പറയുന്നവനാണ് വിഷയം, നിങ്ങളെ ഉപ്പാനെ കൊല്ലുന്നവനാണ് വിഷയം, നിങ്ങളെ മക്കളെ കൊല്ലുന്നവനാണ് വിഷയം, നിങ്ങളെ കച്ചവടം നശിപ്പിക്കുന്നവനാണ് വിഷയം. ഫതറബ്ബസു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മാനെ ചീത്ത പറഞ്ഞ് പിന്നെയും സഹിക്കും, ആയിഷാനെ ചീത്ത പറഞ്ഞ് സഹിക്കൂല. അതിനപേക്ഷിച്ച് അപേക്ഷികമാണ് ആയിഷാനെ ചീത്ത പറഞ്ഞ. കാരണം ആയിഷ ആദർശത്തിൻ്റെ ഉമ്മയാണ്, ഹഫ്സ ആദർശത്തിൻ്റെ ഉമ്മയാണ്, അത് അള്ളാഹുമായി ബന്ധപ്പെട്ട ഉമ്മയാണ്, അത് റസൂലുമായിട്ട് ബന്ധപ്പെട്ട ഉമ്മയാണ്, അത് സഹാബാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഉമ്മയാണ്, അത് ദീനുൽ ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട ഉമ്മയാണ്,
റളീതു ബിക്കും റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തിന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ദീനാണത്. ആയിഷ ഹബീബായ മുത്തിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് ആയിഷ ഉമ്മ എന്നുള്ളത്, ഹഫ്സ ഉമ്മയാണെന്നുള്ളത്. സഹിക്കൂല ഒരു മുഅ്മിന്. ഈ മൊല്ലമാർക്ക് സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരുടെ കൂലിപ്പട്ടാളമാണ്. നിങ്ങൾ അതിനു വേണ്ടി ഈ സമുദായത്തിന്റെ മിമ്പർ ഉപയോഗിക്കുകയാണ്. ജൂതന്മാരുടെ കൂലിപ്പട്ടാളം, ഒരു കൂട്ടം കാസിമിയാക്കൾ, ഒരു കൂട്ടം ബാക്കവിയാക്കൾ, ഒരു കൂട്ടം അസരിയാക്കൾ, ഒരു കൂട്ടം ഫൈസിയാക്കൾ. തീർച്ചയായിട്ടും ഇതിൻ്റെ ദുരന്തം ഈ ഉമ്മത്ത് അനുഭവിക്കാതിരിക്കുന്നേ ഉള്ളൂ. ഉമ്മത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ജമാഅത്ത് കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, സംഘടനകൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ദുരന്തം ദൂരവ്യാപകമല്ലാത്തത് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു അവൻ്റെ കാര്യം നടപ്പിലാക്കുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഈ തമ്മാടികൾക്ക് ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല അല്ലാഹു തആല പറഞ്ഞു. ഇവിടെയാണ് നാം നമ്മുടെ വൈകാരിക പ്രശ്നവും ആദർശ പ്രശ്നവും വേർതിരിക്കേണ്ടതെന്നാണ് നാം പറഞ്ഞു വരുന്നത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, അത് നമ്മുടെ വൈകാരികമാണ്. അത് നമ്മുടെ മനുഷ്യ സഹജമായ വികാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് മാത്രമുള്ളതല്ല. അത് ഹിന്ദുക്കൾക്കും സ്വന്തം മാതാപിതാക്കളുടെ വിഷയമാണ്. ക്രിസ്ത്യാനികൾക്ക് പ്യൂർ നിരീശ്വരവാദികൾക്കും മാതാപിതാക്കളും ഭാര്യാമക്കളും ഒരു വിഷയമാണ്. അവർക്കും അവരുടെ കച്ചവട സ്ഥാപനങ്ങളും ഫാക്ടറിയും ഒരു വിഷയമാണ്. ആദർശമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, അവരുടെ വൈകാരിക വിഷയമാണ്. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അവരുടെ ഭൗതിക താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നേരെ മറിച്ച് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചോളം ഈ പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളെക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ജയിക്കണം. അതിന് ഏതറ്റം വരെ പോകാനും നാം തയ്യാറാണ്. എന്തും നഷ്ടപ്പെടുത്താൻ നാം തയ്യാറാണ്. റസൂലിഹി, റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത്, അത് ഏതറ്റം വരെയും പോകാൻ നാം തയ്യാറാണ്. നാട്ടിൽ പൂർണ്ണമായി ഒറ്റപ്പെടാനും നാം തയ്യാറാണ്. ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ എന്തിനും തയ്യാറാണ്. നമുക്ക് ആവശ്യം ഈ 3 കാര്യങ്ങളാ. ആ 8 കൂട്ടം കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച് നടക്കും. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ ഖദ്റഹു തഖ്ദീറ. ഈ പറയപ്പെട്ട 3 കാര്യം അത് ഖദർ അനുസരിച്ചല്ല, പരിശ്രമത്തിന്റെ തോതനുസരിച്ചാണ്. ഹിദായത്ത് അള്ളാഹിന്റെ വക ഓശാരമാണ്. ഹിദായത്ത് നിലനിർത്തുക എന്നുള്ളത് നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കേണ്ടതാണ്. പരിശ്രമിച്ചുണ്ടാക്കാൻ ഒന്നാമത്തെ വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ വഴി മുഹമ്മദുർ റസൂലുള്ളാഹ്, മൂന്നാമത്തെ വഴി ശരീഅത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ സൗണ്ടിന് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. എന്നാലും മാഷാ അല്ലാഹ്, അല്ലാഹു തആല വേണ്ടുക വെച്ച കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാഹു തആല ആഫിയത്ത് തന്നു. അല്ലാഹു ആഫിയത്ത് പൂർണ്ണമാക്കി തരട്ടെ. അതുകൊണ്ട് നാം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, ആദർശത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന, ആദർശത്തിൻ്റെ പരിശുദ്ധിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹചാരികൾ, അവർക്ക് കാര്യത്തോടുകൂടി ഗൗരവം മനസ്സിലാക്കി തരാൻ, അതേ ജൂതൻ്റെ ഉൽപ്പന്നങ്ങൾ നാം തിരിച്ചറിയണം. അത് തലയിൽ തേക്കുന്ന ഷാമ്പുവോ അല്ലെങ്കിൽ കാലിൽ ധരിക്കുന്ന സോക്സോ, കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പോ അതൊന്നും ബഹിഷ്കരിച്ചാൽ ഈ ഭൂമിയിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ജൂതൻ്റെ ഉൽപ്പന്നം തിരിച്ചറിയണം. ഒന്നാമത്തെ ഉൽപ്പന്നം, അതെ, അബ്ദുല്ലാഹ് ഇബ്നു സബയിലൂടെ ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിൻ്റെ നാശത്തിന് വേണ്ടി ജൂതൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഏജൻസി. ആ ഏജൻസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനിയൊരു ഖുർആൻ ഇറങ്ങാനില്ല, ഒരു നബി വരാനില്ല. ആ ഖുർആനും ആ സുന്നത്തും വെച്ചുകൊണ്ട് നാം വിഷയങ്ങളെ അഭിമുഖീകരിക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന്റെ പ്രമാണങ്ങൾ വെച്ച് ജൂതൻ്റെ ശത്രുത എത്രത്തോളം നാം വിശദീകരിക്കുന്നുവോ അതിനേക്കാൾ കടുപ്പത്തിൽ ആ ഖുർആനും സുന്നത്തും വെച്ച് ശീഇയ്യത്തിൻ്റെ ശത്രുത വിശദീകരിക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയണം. അബ്ദുല്ലാഹ് സബയിനെ കൊണ്ട് 2 കാര്യങ്ങളാണ് ജൂതൻ ചെയ്യിപ്പിച്ചത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കാൻ അലിയിൻ്റെ അഡ്രസ്സിൽ ജാറങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ഏതാണ്ട് മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്ന 40,000 50,000-ഓളം വരുന്ന ജാറങ്ങൾ ലോകത്തുണ്ട്. അത് ജൂതൻ ഈ ഉമ്മത്തിന് കൊടുത്ത, ഇസ്ലാമിനെ കൊല്ലാൻ കൊടുത്ത ഉൽപ്പന്നമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം അത് ബഹിഷ്കരിക്കണം. എങ്കിൽ രക്ഷയില്ല. രണ്ടാമത്തത്, ഇസ്ലാമിനെയും മുസ്ലിമിനെയും കൊല്ലാൻ അബ്ദുല്ലാഹ് ഇബ്നു സബയിനെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്
ഇസ്ലാമിൻ്റെ അഡ്രസ്സിലുള്ള രാഷ്ട്രീയ വിപ്ലവം. ആ വിപ്ലവം തുടങ്ങിയത് അബ്ദുല്ലാഹ് ഇബ്നു സബഅ് അലി തരീഖത്തിലൂടെ ആൾക്കാരെ കിട്ടി, മുരീദന്മാരെ കിട്ടി. ആ മുരീദന്മാരെ മനസ്സിൽ അഹ്ലുബൈത്താണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചിന്ത ഉണ്ടാക്കി കൊടുത്തു. ആ ചിന്തയിലൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തല്ല, അമവി കുടുംബത്തിൽപ്പെട്ട ആളാണ്, അത് തട്ടിയെടുത്തതാണ്. ഖുമൈനി പറഞ്ഞിട്ടുണ്ട്, ഉമറും ഉസ്മാനും അധികാരത്തിൽ വന്നത് അള്ളാന്റെ നിശ്ചയപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ശൈത്താന്റെ നിശ്ചയപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് ഖുമൈനി വളരെ കൃത്യമായി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അധികാരത്തിൻ്റെ മേൽ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാക്കുക എന്നൊരു തത്വം ഈ സൂഫി തരീഖത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇമാം അലി ഷീയത്തിലൂടെ, ആ തസവുഫി മാർഗത്തിലൂടെ അലിയിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന ആ തത്വചിന്തയിലൂടെ വന്ന അഹ്ലുബൈത്തിനെ സ്നേഹിച്ചു വന്ന ആ സമൂഹത്തെ, ആ മുരീദന്മാരെ വെച്ചുകൊണ്ട് യമനിൽ നിന്നും മൊറോക്കോയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമൊക്കെ ഈ തരീഖത്തിൽ ആളെ കൂട്ടി ഈ ആൾക്കാരെയും കൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ പാർട്ടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രാഷ്ട്രീയ വിപ്ലവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെയാണ് അവർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിന്, രാഷ്ട്രീയത്തിന് അർഹനല്ല, രാജ്യം ഭരിക്കാൻ അർഹനല്ല, അത് തട്ടിയെടുത്തതാണ്, അലിയാണ് അതിന് അർഹൻ എന്ന് വരുത്തിത്തൊരു സമൂഹത്തിൻ്റെ മനസ്സിനെ വികാരം കൊള്ളിച്ചു. ആ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദയയും കാണിക്കാതെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അള്ളാഹ് സ്വർഗത്തിലാണ് എന്ന് അള്ളാഹിൻ്റെ റസൂലിനെ നാവ് കൊണ്ട് പറയിപ്പിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി കഴുത്ത് വെട്ടിക്കൊല്ലാൻ രണ്ട് രീതി ജൂതൻ ഈ സമൂഹത്തിൽ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. ആ ഗ്രൂപ്പിൽ ലീഡർ അബ്ദുല്ലാഹ് ഇബ്നു സബഅ്. ആ അബ്ദുല്ലാഹ് ഇബ്നു സബഅ് ഉണ്ടാക്കിയെടുത്ത സംഘടനയാണ് ഷീഈ വിഭാഗം. ഷീഈ വിഭാഗത്തിൻ്റെ രണ്ട് പാർട്ടാണ്. ഒന്ന് ആത്മീയമായി സൂഫി തരീഖത്തിൽ അതിൻ്റെ നേതാവ് അലി റളിയല്ലാഹു തആല അൻഹു, രാഷ്ട്രീയമായി വിപ്ലവം ഉണ്ടാക്കുക, അതിൻ്റെ പ്രത്യാഘാതം ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കൊല. അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ കാസർഗോഡുകാർക്കാണെങ്കിൽ മാലിക് ദിനാറിൻ്റെ ജാറത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സബഇലൂടെ ജൂതൻ ഉണ്ടാക്കി തന്ന ഉൽപ്പന്നം നിലനിൽക്കുന്നു. അത് ഖുമൈനിയുടെ ജാറം വരെ നീണ്ടു കിടക്കുന്നു. അതേപോലെ തന്നെ അന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അധികാരത്തിൽ വിപ്ലവമുണ്ടാക്കി അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയാക്കാൻ വേണ്ടി മെനക്കെട്ട രീതി ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ മുതൽ ഇന്ന് കേരളത്തിലെ ഇസ്ലാം പാർട്ടി വരെ നീണ്ടു കിടക്കുകയാണ്. 1400 കൊല്ലമായി ജൂതൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ബഹിഷ്കരിക്കേണ്ടത്. ആ രണ്ട് സംവിധാനം ബഹിഷ്കരിക്കപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവൻ വന്നു. തുടർന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും നാളുകളിൽ വിശദീകരിക്കാം. അള്ളാഹു കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കി മുൻഗണനാക്രമം അനുസരിച്ച് ഈ പരിശുദ്ധ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വന്തം ഇടപെടാൻ അള്ളാഹു എന്താണോ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നത് അത് നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ഇൽമിൽ അള്ളാഹു ഒരുപാട് വർധനവും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തിയാക്കി തരട്ടെ.